ആമുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ തുടങ്ങാം. ആദ്യമായിട്ട് പറയട്ടെ, നമ്മൾ ക്ലബ് ഹൗസിലേക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്കോ വീണ്ടും കടന്നു വരുന്നത് ഏതാണ്ട് 7 മാസങ്ങൾക്ക് ശേഷമാണ്. 7 മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവായിരുന്നു. ഞാൻ അവസാനം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചത് മാർച്ച് പകുതിയോടുകൂടിയാണ്. മാർച്ച് പകുതിക്ക് ശേഷം ഞാനൊരു യാത്രയിലായിരുന്നു. പ്രധാനമായിട്ടും മെയ് മാസത്തിൽ നമ്മൾ ഹെൽസിങ്കിയിൽ വെച്ച് വർഷം തോറും നടത്താറുള്ള സ്പ്രിംഗ് ഓഫ് റീസൺ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് യാത്രകളും ചില അത്യാവശ്യം ചില സ്പീച്ചസും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം നോർവേയിലെത്തി. നോർവേയിൽ എൻ്റെ ലെക്ചറെല്ലാം കഴിഞ്ഞു. അവിടെ നമുക്ക് പങ്കെടുപ്പിക്കേണ്ട അല്ലെങ്കിൽ ക്ഷണിക്കേണ്ട ചില ആൾക്കാരെയൊക്കെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടനിലെത്തി. ലണ്ടനിലായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ജോൺ റിച്ചാർഡ്സ് ഉൾപ്പെടെയുള്ള അവിടെയുള്ള പ്രധാനപ്പെട്ട യുക്തിവാദികളൊക്കെ ആയിട്ട് നേരിട്ട് സംഭാഷണം നടത്തി. 27 ജോൺ റിച്ചാർഡ്സുമായിട്ട് ദീർഘമായ ഒരു സായാഹ്നം ഒന്നിച്ച് ചെലവഴിച്ചതിന് ശേഷം 28 ഞാൻ പോളണ്ടിലേക്ക് എത്തുകയാണ്. പോളണ്ടിലേക്ക് എത്തുന്നത് എന്തിനാണ് എന്ന് പലപ്പോഴും ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുള്ള കഥകൾ അനുസരിച്ചിട്ട് ഞാൻ ഫിൻലൻഡിൽ നിന്ന് രക്ഷപ്പെട്ട് പോളണ്ടിലേക്ക് പോവുകയായിരുന്നു എന്നൊക്കെ മട്ടിലൊക്കെയാണ് പല കഥകളും പ്രചരിച്ചിട്ടുള്ളത്. പോളണ്ടിൽ എല്ലാ വർഷവും മാർച്ച് 29-30 തീയതികളിൽ ഒരു അന്തർദേശീയ സമ്മേളനം നടക്കാറുണ്ട്. കശ്മീർ ലെസ്വിൻസ്കി എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു പോളണ്ടുകാരന്റെ സ്മരണയ്ക്ക് വേണ്ടി വർഷം തോറും നടത്തുന്ന ഒരു സമ്മേളനമാണ്. എത്തീസ്റ്റ് ഡേയ്സ് എന്നാണ് ആ സമ്മേളനത്തിന്റെ പേര്. എന്തിനാണ് സമ്മേളനം നടത്തുന്നത് എന്നുകൂടി പറയാം. അതിന് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പോളണ്ടിലെ ഒരു ദീർഘമായ ചരിത്രത്തിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ പറയുന്ന കശ്മീർ ലെസ്വിൻസ്കിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹം പോളണ്ടും ഇന്നത്തെ ലിത്വാനിയും ഉൾപ്പെടുന്ന ഒരു കോമൺവെൽത്ത് ആയിരുന്നു ആ കാലത്ത്. ഇന്നത്തെ ബെലാറസും അതിന്റെ ഭാഗമായിരുന്നു എന്ന് പറയാം. പോളണ്ട് പണ്ടൊരു വലിയ സാമ്രാജ്യമായിരുന്നു. അന്ന് ആ രാജ്യത്തിന്റെ ഡിഫൻസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സൈനിക ജനറലായിരുന്നു ഈ ലെസ്വിൻസ്കി. അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയാണ്. ആ പുസ്തകത്തിന്റെ പേര് ഡസ് ഗോഡ് എക്സിസ്റ്റ് എന്നാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരാൾ ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ജീവാപായം ഉറപ്പുള്ള ഒരു സംഗതിയാണ്. വെറും ജീവ അപായമല്ല. കാരണം കത്തോലിക്ക സഭ അവരുടെ ഇൻക്വിസിഷൻ നടത്തി അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു കാലമാണത്. പോളണ്ടിലും പോർച്ചുഗലിലും സ്പെയിനിലും ഒക്കെ മതനിഷേധത്തിന്റെ ഒരു ലാഞ്ചനയെങ്കിലും കാണിക്കുന്ന ആൾക്കാരെ മുഴുവനും അതിനിഷ്ഠൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരു കാലമാണത്. അതിന് സഭയ്ക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. താല്പര്യം ഇങ്ങനെയാണ്: ഈ ഇൻക്വിസിഷൻ കോടതിയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ കോടതികൾക്ക് മേൽ വത്തിക്കാൻ കോടതിക്ക് പ്രാധാന്യമുണ്ട്. ഇൻക്വിസിഷൻ കോടതിയുടെ അധ്യക്ഷൻ ഒരു ബിഷപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു ആർച്ച് ബിഷപ്പായിരിക്കും. ഇൻക്വിസിഷന്റെ ചാർജുള്ള ആളാണ്. ആ ആളാണ് ശിക്ഷ നിർണയിക്കുന്നത്. അങ്ങനെ ഒരാൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അയാളുടെ എല്ലാ സ്വത്തുക്കളും 2 പേർക്കായിട്ട് പങ്കിട്ട് കൊടുക്കും. ഒന്ന് ഇൻക്വിസിഷൻ കോടതിക്ക്, അധികാരമുള്ള ഡയോസിസിന്. 2, ഇയാൾ മതനിന്ദ നടത്തി എന്ന് ഉള്ള തെളിവ് ഹാജരാക്കിയ ആൾക്ക് കൊടുക്കാം പകുതി. ലെസ്വിൻസ്കിയുടെ വിചാരം അദ്ദേഹത്തെ ഒരിക്കലും ഈ മതനിന്ദ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുകയില്ലെന്നായിരുന്നു. അതിന്റെ കാരണം വാർ വെറ്ററൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ഇമ്മ്യൂണിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എഴുതാൻ പറ്റും എന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം പുസ്തകം എഴുതി. ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ ഒരു കോപ്പി വെളിയിൽ വന്നു. അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന് ഈ കോപ്പി കാണിച്ചു. അദ്ദേഹം ഒറ്റുകൊടുത്തു. ഒറ്റുകൊടുത്തതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് അന്നത്തെ പോളിഷ് പാർലമെന്റ്, ഈ പോളിഷ് ലിത്വാനിയൻ കോമൺവെൽത്തിന്റെ പാർലമെന്റ് പലതവണ ചർച്ചയൊക്കെ നടത്തി. ഇദ്ദേഹം ജനിച്ചത് ബെലാറസിലാണ്, ഇന്നത്തെ ബെലാറസിലാണ്. അന്നത്തെ ബെലാറസും അന്ന് പോളണ്ടിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് മതനിന്ദ കോടതി ഇൻക്വിസിഷൻ നടത്തണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടക്കുന്നു. പാർലമെന്റിലൊക്കെ വലിയ ചർച്ച വരുന്നു. അവസാനം സഭയുടെ നിർബന്ധപ്രകാരം ഇദ്ദേഹത്തിനുള്ള ആ ഇമ്മ്യൂണിറ്റി, രാഷ്ട്രത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ച ആൾ എന്ന നിലയിലുള്ള ഇമ്മ്യൂണിറ്റി എടുത്തു കളഞ്ഞു. അങ്ങനെ എടുത്തു കളഞ്ഞതോടുകൂടി ഇൻക്വിസിഷന് അയാളെ വിധേയനാക്കാൻ പറ്റും.
അങ്ങനെ വിചാരണ നടക്കുന്നു. അദ്ദേഹം പലതരത്തിലുള്ള ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള വാദമുഖങ്ങളൊക്കെ നടത്തി. അദ്ദേഹം നടത്തിയ ഒരു വാദമുഖം വേണമെങ്കിൽ നമുക്ക് വേണം വിമർശിക്കാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒന്നാം ഘട്ടത്തിനകത്ത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനകത്ത് ഇല്ല എന്ന വാദത്തിനാണ് കൊണ്ടുവന്നത്. അതിനൊരു രണ്ടാം ഭാഗം കൂടിയുണ്ട്. അതൊരു പുരോഹിതനുമായിട്ട് സംസാരിക്കുന്നതാണ്. അവിടെ ഞങ്ങൾ തിരിച്ചു പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു നോക്കി. അതൊന്നും ഓടിയില്ല. കാരണം വളരെ കൃത്യമായിട്ട് അവര് അദ്ദേഹത്തിന്റെ ശിക്ഷ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് പോളണ്ടിലെ പഴയ രീതി. ആദ്യം ശിക്ഷ നിശ്ചയിക്കും, പിന്നീട് അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ അദ്ദേഹം നടത്തിയ വലിയ സംഭാവനകളെ കുറിച്ചൊക്കെയുള്ള ചർച്ച വരുന്നു പാർലമെന്റിൽ. അതേ തുടർന്ന് രാജാവ്, അദ്ദേഹത്തിന് അധികാരമില്ല എന്ന്, പോളിഷ് ചക്രവർത്തിക്ക് ഈ കോടതിയുടെ മേൽ, ഇൻക്വിസിഷൻ കോടതിയുടെ മേൽ അധികാരമില്ല. അദ്ദേഹം പറഞ്ഞു, ഇൻക്വിസിഷൻ കോടതി അദ്ദേഹത്തോട് ദയ കാണിക്കണം, ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ചെയ്ത ഒരാളാണ്, അതുകൊണ്ട് പരമാവധി കുറഞ്ഞ ശിക്ഷ കൊടുക്കണം എന്ന് ചക്രവർത്തി ആവശ്യപ്പെട്ടു. അപ്പൊ പാർലമെന്റ് ചക്രവർത്തിയുടെ കീഴിലുള്ള പാർലമെന്റാണ്. പാർലമെന്റ് കൂടിയിട്ട് തീരുമാനിക്കുന്നു, ഈ സംഗതി ഞങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നു, അത് ഞങ്ങൾ ഈ ഇൻക്വിസിഷൻ കോടതിയോട് അഭ്യർത്ഥിക്കുന്നു തീരുമാനിക്കുന്നു. അങ്ങനെ ഇൻക്വിസിഷൻ കോടതി ഇവരുടെ ഈ അപ്പീൽ, അദ്ദേഹത്തിന് കരുണ കാണിക്കണം എന്ന് പറയുന്ന അപ്പീൽ അവർ സ്വീകരിക്കുകയാണ്. സ്വീകരിക്കുന്നതിന്റെ ഫലമായിട്ട് അവർ നിശ്ചയിച്ചത് എന്താണെന്ന് പറയാം. സാധാരണഗതിയിൽ ഇൻക്വിസിഷനകത്ത് വിധേയമാകുന്ന ആളെ അവർ ചെയ്യുന്നത് കാലൊടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിപാടി. റാക്ക് ആൻഡ് തം സ്ക്രൂ എന്ന് പറഞ്ഞ രണ്ട് സംഗതികളുണ്ട്. തം സ്ക്രൂ എന്ന് പറഞ്ഞാൽ കൈയുടെ വിരലെല്ലാം ഒടിച്ചു കളയാവുന്ന ഒരു സ്ക്രൂ ആണ്. അത് വിരലിന്റെ അറ്റത്തെല്ലാം എല്ലാ വശത്തോടെ പിടിപ്പിച്ചിട്ട് സ്ക്രൂ മുറുക്കും. ഇങ്ങനെ വിരലെല്ലാം ഒടിയും. മതനിന്ദകന്റെ വിരൽ ഒടിച്ചു കളയാനുള്ള ഒരു പരിപാടിയാണ്. രണ്ട്, കാലൊടിക്കുക എന്നുള്ളതാണ്. അതൊരു പോളിൽ ഇയാളെ പൊക്കും. ചരട് കെട്ടിയിട്ടാണ് മുകളിലേക്ക് കൈ കെട്ടിയിട്ട് പൊക്കുന്നത്. എന്നിട്ട് ചരടങ്ങ് വിടും. വിടുമ്പോൾ ഇയാൾ താഴേക്ക് വീഴും. അങ്ങനെ കാല് ഒടിയും. ഇത് രണ്ടും ചെയ്ത് ഇയാളെ അംഗവൈകല്യമുള്ള ആളാക്കി മാറ്റും. ആദ്യം ഓടിപ്പോകാതിരിക്കാനോ പിന്നെ ഒന്നും ചെയ്യാതിരിക്കാനോ. പിന്നീട് ഇത് രണ്ടും ചെയ്തതിന് ശേഷമാണ് ഇയാളെ ഒരു സ്റ്റേക്കിൽ കെട്ടിയിട്ട് ജീവനോടെ പയ്യെ പതുക്കെ കത്തുന്ന തീ കൊണ്ട് കത്തിക്കുക എന്ന് പറയുന്നത്. അതൊരു വലിയ ദയയായിട്ടാണ് ഇവർ കരുതുന്നത്. അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ അഗ്നിനാമ്പുകൾ കൊണ്ട് ഈ മനുഷ്യനെ സംശുദ്ധീകരിക്കുകയും ആ ആൾക്ക് പാപങ്ങളിൽ നിന്നുള്ള വിമുക്തി കിട്ടുകയും സ്വർഗരാജ്യം ഉറപ്പാകുകയും ചെയ്യും എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് കേട്ടോ അവർ അങ്ങനെ കത്തിക്കുന്നത്. ഏതായാലും നമ്മുടെ കഥാപാത്രത്തെ ലെസ്വിൻസ്കിയെ അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു ദയയോടെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ ഇങ്ങനെ വളരെ മണിക്കൂറുകൾ കൊണ്ട് പച്ചയ്ക്ക് കത്തിക്കേണ്ട കാര്യമില്ല, കുറച്ചുകൂടി വേഗത്തിലുള്ള മരണം കൊടുക്കാം എന്നാണ് അവർ നൽകിയ ഒരു കൺസിഡറേഷൻ. അവർ ചെയ്തെന്താണ്, അദ്ദേഹത്തെ ഈ കഥയിലെ ക്രിസ്തുവിന്റെ ഒരു വിലാപയാത്ര ഓർമ്മയില്ലേ, അതുപോലെ അദ്ദേഹത്തിന്റെ മേൽ ഒരു തുടലൊക്കെ ഇട്ട് ചാക്ക് കൊണ്ടുള്ള ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്തു നിന്നുള്ള ഈ മതനിന്ദാപരമായ വാചകങ്ങൾ വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് ഒരു പുരോഹിതനും ആ നാട്ടിലെ കുറെ ആൾക്കാരും എല്ലാം കൂടി ഇയാളെ കൊണ്ട് ഒരു ജാഥ നടത്തുകയാണ്. പോളണ്ടിലെ വാഴ്സയിലെ നഗര ഹൃദയത്തിലെ ഒരു ഇടവഴിയിലൂടെ നടത്തുകയാണ്. അങ്ങനെ നടത്തി നഗര ചത്തുരത്തിൽ എത്തിക്കും. ആ നഗര ചത്തുരം എന്ന് പറഞ്ഞാൽ ഈ സെൻട്രം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ യൂറോപ്യൻ നഗരങ്ങൾക്കൊക്കെ പൊതുവെ പറയുന്ന സെൻട്രമാണ്. ഇന്നും അത് തന്നെയാണ് സെൻട്രം. അവിടെ ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കുറ്റപത്രം മുഴുവൻ വായിക്കും. വായിച്ചു കഴിഞ്ഞിട്ട് ശിക്ഷ വിധിക്കും. ശിക്ഷ വളരെ ഉദാരവത്തായ ഒരു ശിക്ഷയാണ് കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തെ വേദനിപ്പിക്കാതെ ഈ പയ്യെ തീരിട്ട് കൊല്ലണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദയ. അതുകൊണ്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ കൈ വെട്ടിയെടുക്കാൻ തീരുമാനിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ ശിക്ഷ. അദ്ദേഹത്തിന്റെ രണ്ട് കൈ നീട്ടി ഒരു വലിയ തടിപ്പലകയിൽ ഉറപ്പിച്ചിട്ട് അത് വെട്ടിമാറ്റും. പിന്നീട് അദ്ദേഹത്തിന്റെ നാവിൽ ഒരു കുടിലുകൊണ്ട് പിടിച്ചിട്ട് നാവ് പിഴുതെടുക്കും ജീവനോടെ. മതനിന്ദ എഴുതിയ കൈകൾ വെട്ടിക്കളഞ്ഞ് മതനിന്ദ പറഞ്ഞ നാവ് പിഴുതെടുക്കുകയാണ്. ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ കത്തിക്കുക എന്ന് പറയുന്ന പ്രക്രിയയിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ശിരച്ഛേദം നടത്തി കൊന്നാൽ മതി എന്ന് പറയുന്ന ഒരു ഉദാര മനസ്കത അവർ കാണിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ശിരച്ഛേദം നടത്തി. ഇത് കുറേയേറെ കാലമായിട്ട് ആൾക്കാർക്ക് അറിയില്ലാത്തൊരു കഥയായിരുന്നു. എന്നാൽ ഇത് ബെലാറസിലാണ് അദ്ദേഹം ജനിച്ചത്. ബെലാറസിലെ ഒരു ചരിത്രകാരൻ ആ സമയത്തുള്ള ഇൻക്വിസിഷൻ കോടതിയുടെ വിധിപ്പകർപ്പ് സമ്പാദിച്ചു. അതിൽ നിന്ന് ഇയാളുടെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നൽകാൻ കോടതി വിധിക്കുന്ന ശിക്ഷ എന്താണ് എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അത് വെച്ച് അദ്ദേഹം ബെലാറസ് ഭാഷയിൽ ഒരു പുസ്തകം എഴുതി.
തുടർന്ന് ബെലാറസ് അദ്ദേഹത്തെ ഒരു ദേശീയ നായകനായി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ചിത്രം, കാരണം യൂറോപ്പിൽ അന്ന് ഈ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. മതനിന്ദയിൽ നിന്നാണ് യൂറോപ്പിന്റെ നാഗരികത വളർന്നു വരുന്നത്. ദീർഘമായ നൂറ്റാണ്ടുകളിലൂടെ അവിടെ നിലനിന്നിരുന്ന ഇരുണ്ട യുഗം എന്ന് നമ്മൾ പറയുന്ന കാലഘട്ടത്തിൽ നിന്ന് യൂറോപ്പിൽ രണ്ട് തരത്തിലാണ് വെളിച്ചം കടന്നു വന്നത്. നമ്മൾ പൊതുവെ ശാസ്ത്രത്തിന്റെ വെളിച്ചം എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ശാസ്ത്രത്തിന്റെ മാത്രമല്ല, സ്വതന്ത്ര ചിന്തയുടെ വെളിച്ചം കൂടിയാണ് കടന്നു വരുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ ആയിരുന്നു, ഒന്ന് സയന്റിഫിക് ആയിരുന്നു. ഇത് ഇൻസെപ്പറബിൾ ആയിരുന്നു. പൊളിറ്റിക്കൽ ലിബർട്ടി എന്ന് പറയുന്നത് ഈ അധീശത്വത്തിനെതിരായിട്ടുള്ള, ചക്രവർത്തിമാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള, മതാധികാരത്തിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള പൊളിറ്റിക്കൽ അപ്രൈസിംഗ് ആണ്. രണ്ടാമത്തേത് അതുവരെ ഉണ്ടായിരുന്ന ഈ അന്ധതയെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ഒരു വിശ്വാസ സംഹിതയെ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതിനെതിരായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനാണ് ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രസ്ഥാനം 1700-കളിൽ തുടങ്ങുന്നുണ്ട് പലയിടത്തും. നിങ്ങൾക്കൊക്കെ അറിയാം, മറ്റൊരാള് ഏതാണ്ട് സമാനമായ കാലഘട്ടത്തിൽ ഇതേ രീതിയിലൊരു ശ്രമം നടത്തിയ ഒരാളാണ് തോമസ് പെയിൻ. അദ്ദേഹമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം നടത്തുന്നത്. അദ്ദേഹം എഴുതിയ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ബ്രിട്ടീഷ് കോളനി എന്ന നിലയിൽ നിന്ന് മാറിയിട്ട് സ്വാതന്ത്ര്യം തേടുന്ന, എല്ലാ അഭിപ്രായങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള മൾട്ടികൾച്ചറൽ സൊസൈറ്റി ആയിട്ട് ഒരു പുതിയ രാഷ്ട്രം, ഒരു മോഡൽ സ്റ്റേറ്റ് ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യം, അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്ന സംഭവം സാധ്യമാക്കിയത്. ഇന്നത്തെ അമേരിക്ക അല്ല, അന്ന് ലോകത്തിന് മാതൃകയായി തീർന്ന ജെഫേഴ്സണും വാഷിങ്ടണും ഒക്കെ മുൻകൈ എടുത്ത ഫസ്റ്റ് അമെൻമെന്റ് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ സെപ്പറേഷൻ ഒക്കെയുള്ള ആശയം ആദ്യമായി കൊണ്ടുവന്ന അമേരിക്ക. അതിനുശേഷം ഇതേ തോമസ് പെയിൻ തന്നെയാണ് ഫ്രാൻസിലേക്ക് മടങ്ങിയിട്ട് ഫ്രഞ്ച് റെവല്യൂഷന് ഇഗ്നൈറ്റ് ചെയ്യുന്നത്. ഫ്രഞ്ച് റെവല്യൂഷനാണ് ലോകത്താകെ വലിയ പൊളിറ്റിക്കൽ ചേഞ്ചസിന്റെ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത്. നമ്മൾ പലപ്പോഴും നമ്മൾ കരുതുന്നത് പോലെ നമ്മൾ ശാസ്ത്രം കൊണ്ട് മാത്രമാണ് ഈ ഇരുണ്ട യുഗത്തിൽ നമുക്ക് മോചനം കിട്ടിയത് എന്ന് കരുതരുത്. ശാസ്ത്രവും ആ ശാസ്ത്രത്തിന്റെ ജനസ്വാധീനത്തിലേക്ക് അതിനെ എത്തിക്കാനും അംഗീകരിപ്പിക്കാനും സാധ്യമാകുന്ന രാഷ്ട്രീയ മാറ്റവും കൂടി സാധ്യമായി കൊണ്ട് മാത്രമേ ഇത് സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഫ്രഞ്ച് റെവല്യൂഷനും അമേരിക്കൻ റെവല്യൂഷനും ലോക ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട നാഴികക്കല്ലായി മാറുന്നത് 1700-കളിൽ. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ലെസ്വിൻസ്കിയെ ഇങ്ങനെ പച്ചയ്ക്ക് കത്തിക്കുന്നത്. അന്ന് പോർച്ചുഗലിലും സ്പെയിനിലുമൊക്കെ എവിടെയൊക്കെ ആരെങ്കിലും മതനിന്ദ നടത്തി എന്ന ആക്ഷേപം ഉണ്ടായാൽ അവരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. മതനിന്ദ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കരുതരുത് അത് ദൈവനിഷേധ പ്രസ്ഥാനമോ എത്തീസ്റ്റ് മൂവ്മെന്റോ ഒന്നുമാണെന്ന് കരുതണ്ട. ഇപ്പൊ യഹൂദന്മാരെ വൻതോതിൽ ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും വലിയ കൺവേർഷൻ നടന്നിട്ടുള്ളത്, ബലമായ കൺവേർഷൻ നടന്നിട്ടുള്ളത് യഹൂദ മതത്തിൽ നിന്ന് കത്തോലിക്ക മതത്തിലേക്കാണ്. അത് റോമൻ സാമ്രാജ്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റോട് കൂടിയാണ് തുടങ്ങുന്നത്. അന്ന് യഹൂദരെ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ക്രിസ്തു മതം എക്സ്പാൻഡ് ചെയ്യുന്നത്. അന്ന് മുതൽ തുടങ്ങുന്ന ഒരു പീഡനമുണ്ട്. ഈ കൺവേർട്ട് ചെയ്ത ആൾക്കാർ പഴയ വിശ്വാസങ്ങൾ പുലർത്തുന്നുണ്ടോ, പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് അവരെ പ്യൂരിഫൈ ചെയ്യാൻ നോക്കും. ആ ആചാരങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇൻക്വിസിഷന് വിധേയമാകാവുന്ന മതനിന്ദ കുറ്റമാണ്. ഏറ്റവും കൂടുതൽ മതനിന്ദയ്ക്ക് വിധേയമായി, മതനിന്ദ വിചാരണയ്ക്ക് വിധേയരായിട്ടുള്ളത് കൺവേർട്ടഡ് ജ്യൂസ് ആണ്. അവർക്കെതിരായിട്ടാണ് ഏറ്റവും കൂടുതൽ വലിയ പീഡനം നടത്തിയിരുന്നത്. ലോകചരിത്രത്തിന്റെ ഗതിവിഗതികൾ എങ്ങനെയൊക്കെയാണ് മാറി വരുന്നത് നോക്കി. ഇന്ന് മുസ്ലിങ്ങളും യഹൂദരും രണ്ട് ചേരിയിലാണ് എന്ന മട്ടിലാണ് കാണുന്നതെങ്കിൽ അക്കാലഘട്ടത്തിൽ ഈ കത്തോലിക്ക പീഡനത്തിനെതിരായിട്ട് ഒന്നിച്ചു നിന്നവരാണ് യഹൂദരും അന്നത്തെ മുസ്ലിങ്ങളും. അതൊരു ദീർഘമായ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അതൊരു ഈ പൊളിറ്റിക്കൽ ഷെനേറിയോ മാറി വരുന്നത് 1920-കളിലാണ്. അതിലേക്ക് ഞാനിപ്പോൾ വരുന്നില്ല. ഞാൻ ഈ ലെസ്വിൻസ്കിയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് ആരംഭിച്ച ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്, അതായത് ഇക്കൊല്ലവും നടക്കാനിരുന്നത്. ഇതിന്റെ 1ാമത്തെ സമ്മേളനത്തിൽ വെച്ച് ഒരു വലിയ ജാഥ നടത്തുന്നുണ്ട്. അത് വളരെ രസകരമായൊരു സംഗതിയാണ്. ഞാൻ എൻ്റെ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം എനിക്ക് കിട്ടിയത്. അന്ന് ഞാൻ കൂടി പങ്കെടുത്ത ആ ജാഥ. ഈ ജാഥയിൽ ഒരാള് ഈ പറയുന്ന മതനിന്ദ നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ആ സൈനിക ജനറലായിരുന്ന വ്യക്തിയുടെ വേഷം കെട്ടുന്നു. അന്നത്തെ കാലഘട്ടത്തിലെ ഈ വേഷമെല്ലാം നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ട് 10-40-50 പേര്, അതുപോലെ തന്നെ അന്നത്തെ ഇറച്ചി വെട്ടുകാരും അന്നത്തെ കച്ചവടക്കാരും അന്നത്തെ പച്ചക്കറി കച്ചവടക്കാരും ഒക്കെ അതേ വേഷത്തിൽ തന്നെ വരുന്നു. അന്നത്തെ പുരോഹിതന്മാരുടെ വേഷവും അവരുടെ മതനിന്ദ കുറ്റാരോപണവും എല്ലാം വെച്ചുകൊണ്ട് ഈ ജാഥ റീക്രിയേറ്റ് ചെയ്യാണ്. ഒരു ലൈഫ് തിയേറ്റർ.
അന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയ ആ വഴികളിലൂടെ തന്നെ ഇവർ ഈ ജാഥ നടത്തും. എന്നിട്ട് നഗര ചത്തുരത്തിലെത്തും. അന്നത്തെ അതേ സ്റ്റേജിൽ ഈ നാടകം വീണ്ടും അരങ്ങേറുകയാണ്. പുരോഹിതന്മാർ വന്നിട്ട് അന്ന് ആരോപിച്ച ആ കുറ്റം വായിച്ചു കേൾപ്പിക്കും. എന്നിട്ട് ഈ അഭിനയിക്കുന്ന ആള് അതിനെതിരായിട്ട് അന്നത്തെ എങ്ങനെയൊക്കെയാണോ ചെയ്തതെന്ന് അനുമാനിച്ചുകൊണ്ട് ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണ്. അപ്പൊ ഈ കൈവെട്ടുന്നതും തല മുറിച്ചു കളയുന്നതും ഒക്കെ സ്റ്റേജിൽ ഇവർ നാടകമായിട്ട് കാണിക്കും. ആ കൊല്ലം ആ കഥാപാത്രമായിട്ട് അഭിനയിച്ച ആളുടെ പേര് ഡേവിഡ് ഹാർട്ട്മാൻ എന്നാണ്. അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു. ഓരോ കൊല്ലവും ആ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി വലിയ മത്സരമാണ്. അപ്പൊ പല പല ആൾക്കാർ മാറി മാറി വർഷം തോറും ഇത് അഭിനയിക്കും. ആ ജാഥയുടെ അവസാനം ഒരു പൊതുയോഗമുണ്ട്. ആ പൊതുയോഗത്തിൽ അന്ന് ഈ കത്തോലിക്ക സഭയുടെ മതനിന്ദ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഞാൻ യൂറോപ്പിൽ എത്തിയ കാലമാണ്, അല്ലെ? പോളണ്ടിൽ ഞാൻ എത്തുന്നതിന് വേണ്ടിയാണ് ഈ യഥാർത്ഥത്തിൽ അന്ന് ഞാൻ യൂറോപ്പിലേക്ക് പോരുന്നത്. അപ്പൊ ആ സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന പ്രസംഗക മറിയം നമാസിയായിരുന്നു. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായിട്ട് വലിയ കൊടിയ യുദ്ധം നടത്തുന്ന ഇറാൻകാരിയായ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന മറിയം നമാസി. ഞങ്ങൾ രണ്ടുപേരുമാണ് പ്രധാന പ്രസംഗകരായിരുന്നത്. സമ്മേളനത്തിന്റെ അവസാനം ഒരു ഡിന്നർ ഉണ്ട് നാഷണൽ സയൻസ് സെന്ററിൽ വെച്ചിട്ട്. അവിടുത്തെ പോളണ്ട് വാർസയിലെ സയൻസ് സെന്റർ വളരെ വളരെ പ്രസിദ്ധമായ ഒരു സംഗതിയാണ്. സ്റ്റാലിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, സ്റ്റാലിൻ പൊളിറ്റിക്കൽ ഡിക്റ്റേറ്റർ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ശാസ്ത്രത്തിന് വേണ്ടി പോളണ്ടിൽ നിന്ന് വലിയൊരു സംഗതിയാണ് ഈ പറയുന്ന വലിയൊരു സയൻസ് സെന്റർ അവിടെ ഉണ്ടാക്കിയത്. അതിന്റെ പ്രധാനപ്പെട്ട റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് ഈ പറയുന്ന ഈ ഫൈനൽ ഗെറ്റ് ടുഗദർ നടക്കുന്നത്. അവിടെ വെച്ച് ഇന്റർനാഷണൽ എത്തീസ്റ്റ് അവാർഡ് എനിക്കും മറിയം നമാസിക്കും ആണ് നൽകിയത്, ആദ്യത്തെ അവാർഡ്. ഇത് വർഷം തോറും നടക്കുന്ന സമ്മേളനമാണ്. കഴിഞ്ഞ വർഷത്തെ ഈ സമ്മേളനത്തിലെ മുഖ്യ അതിഥി റിച്ചർഡ് ഡോക്കിൻസ് ആയിരുന്നു, 2024. ഇത്തവണത്തെ സമ്മേളനത്തിൽ ഞാനൊരു പ്രസംഗകനായിരുന്നു. ഞാൻ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടനിൽ നിന്ന് പോളണ്ടിലേക്ക് എത്തുന്നത്. അപ്പൊ ആ എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ ബ്രിട്ടനിൽ നിന്ന് രാവിലെ പുറപ്പെടാൻ നേരത്ത് ഞാൻ ഫേസ്ബുക്കിൽ 2 പോസ്റ്റ് ഇട്ടു. വളരെ രസകരമായ 2 പോസ്റ്റാണ്. ആ 2 പോസ്റ്റിൽ ഒന്ന് നമ്മുടെ സമ്മേളനത്തിൽ, അതായത് മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന നമ്മുടെ സമ്മേളനത്തിലെ ഒരു പ്രസംഗക പോളണ്ടിലെ ഈ ഫൗണ്ടേഷന്റെ, ഈ വർഷം തോറും സമ്മേളനം നടത്തുന്ന ഫൗണ്ടേഷന്റെ ഉപാധ്യക്ഷ നീന ശങ്കരി ഇവിടെ പ്രസംഗിക്കുന്നു എന്നാണ്. പോളണ്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ചും അവിടെയുള്ള കത്തോലിക്ക സഭയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും, മാറിയ പോളണ്ടിലും എന്ത് ഇൻഫ്ലുവൻസ് ആണ് ചെലുത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള അവരുടെ പ്രഭാഷണം. രണ്ടാമത്തേത്, അതിലൊക്കെ ഭയങ്കരമായ ഒരു സംഗതിയാണ്, ഇറ്റലിയിലുള്ള ഒരു യുക്തിവാദി അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗത്തെക്കുറിച്ചാണ്. ഇപ്പോഴും പോസ്റ്റ് അവിടെ കിടപ്പുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ, ഞാൻ കളഞ്ഞിട്ടില്ല. ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്, ബോർഡിങ്ങിന് തൊട്ട് മുമ്പായിട്ടാണ്. അതിനകത്ത് അദ്ദേഹം പോപ്പുലിസം എന്ന് പറഞ്ഞിട്ട് ഒരു ടെർമിനോളജി ഇങ്ങനെ തമാശയായിട്ട് ഉണ്ടാക്കി. അതായത് പോപ്പ് എങ്ങനെയാണ് തീവ്ര വലതുപക്ഷവുമായിട്ടും തീവ്ര ഇടതുപക്ഷവുമായും സഖ്യം ചെയ്തുകൊണ്ട് പോപ്പുലിസ്റ്റ് ആകാൻ ശ്രമിക്കുന്നത്, എന്തുകൊണ്ടാണ് ഓപ്പർച്യൂണിസ്റ്റിക് പൊളിറ്റിക്സ് പോപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുന്ന ഇറ്റലിക്കാരനായ ഒരാൾ, റോമിൽ താമസിക്കുന്ന ഒരു യുക്തിവാദിയുടെ ഒരു പ്രസംഗം നമ്മുടെ സമ്മേളനത്തിൽ വരുന്നുണ്ട്. അതാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം അവിടുത്തെ റോമൻ കത്തോലിക്ക സഭയ്ക്ക് കണ്ടകശനി എന്ന് പറയാവുന്ന പോലത്തെ ഒരു പാർട്ടിയാണ്. പോപ്പിനെതിരായിട്ട് നിരന്തരമായി ധാരാളം എഴുതുകയും പുസ്തകങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും നമ്മുടെ പുതിയ പുസ്തക പരമ്പരയിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇത് രണ്ടും ഞാൻ പോസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റ് ഇട്ടിട്ട് പോളണ്ടിലേക്ക് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യമാണെങ്കിലും പോളണ്ട് വ്യത്യസ്തമാണെന്ന് മറക്കരുതേ എന്ന് ഒരു സൂചന എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ എപ്പോഴും കരുതുന്നത്, ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ അതിരുകളില്ല, അല്ലെ? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒരാൾക്ക് യാത്ര ചെയ്യാവുന്നത് പോലെ യൂറോപ്യൻ യൂണിയനിൽ എങ്ങോട്ടേക്കും ആർക്കും യാത്ര ചെയ്യാം. അവിടെ പരിശോധനയൊന്നുമില്ല, അവിടെ തടസ്സങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്ക് നിരക്കാത്ത ഒരു ട്രീറ്റ്മെന്റ് പോളണ്ടിൽ നിന്നുണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാനും വഴിയില്ല. ഞാനാണെങ്കിൽ അതിനൊരു 6 മാസം മുമ്പ് പോളണ്ടിൽ പോയിട്ടുണ്ട്. നിരവധി വർഷങ്ങൾ, എത്രയോ തവണ ഞാൻ പോളണ്ടിൽ പോയിട്ട് ഈ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ എല്ലാ സിറ്റികളിലും, ക്രാക്കോവിലും ഉൾപ്പെടെയുള്ള എല്ലാ പൊസ്നാൻ തുടങ്ങിയ ഒരുപാട് പട്ടണങ്ങളിൽ ഞാൻ അവിടെ പ്രസംഗ പര്യടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പോളണ്ടിൽ എനിക്ക് വലിയൊരു സപ്പോർട്ട് ബേസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും എന്തു വന്നാലും കൈകാര്യം ചെയ്യാവുന്ന ഒരു സ്ഥലം കൂടിയാണ് പോളണ്ട്, നമുക്കറിയാം. കാരണം അവിടെ കത്തോലിക്ക സഭയ്ക്ക് വലിയ ശക്തി ഉണ്ട് എന്ന് പറയുമ്പോഴും അതിനെതിരായ യുക്തിവാദ നാസ്തിക പ്രസ്ഥാനത്തിനും തത്തുല്യമായ ശക്തിയുള്ള ഒരു രാജ്യമാണ് പോളണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ കോൺഫ്ലിക്റ്റിംഗ് ഏരിയയും കൂടിയാണ്. ഞാൻ എപ്പോഴും എൻ്റെ കാര്യം അറിയാമല്ലോ, ഞാൻ അഭിപ്രായങ്ങൾ പറയുക എന്നതല്ലാതെ ഹെയ്റ്റ്രഡ് ഒരിക്കലും ഒരു പ്രസംഗത്തിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിലോ ഒന്നും പറയുന്ന ഒരാളല്ല ഞാൻ. ഞാൻ പൊതുവെ കമ്പാരിറ്റീവ്ലി മൾട്ടികൾച്ചറലിസം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. വിശ്വാസങ്ങൾ ആൾക്കാർക്ക് പുലർത്താനുള്ള സ്വാതന്ത്ര്യത്തെ മതിക്കുന്ന ഒരാളാണ് ഞാൻ. അതികഠിനമായി മതങ്ങളെ വിമർശിക്കുമ്പോഴും ആ വിമർശനം മതവിശ്വാസികളെ അല്ല എന്ന് ഉറപ്പാക്കാൻ നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കൊക്കെ അറിയാം.
അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമുക്ക് എന്താ പറയുക, ഭയപ്പെടേണ്ട സംഗതിയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഞാൻ പോളണ്ടിൽ എത്തുമ്പോൾ ആദ്യം ഈ എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗേറ്റിലേക്ക് പോവുകയാണ്. ഗേറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സ്വാഭാവികമായിട്ട് ഒരു 10-12 പേര് ക്യൂ കാണും. കൗണ്ടറിൽ നമ്മുടെ പാസ്പോർട്ട് എല്ലാം കാണിച്ചിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കേണ്ട ഒരു സംഗതിയുണ്ട്, രാജ്യത്തേക്കുള്ള എൻട്രൻസ്. ഞാൻ ബ്രിട്ടണിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ അതില്ല ശരിക്കും പറഞ്ഞാൽ. ബ്രിട്ടണിലെ മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബ്രിട്ടണിൽ നിന്ന് വരുന്നതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ വെളിയിലാണ് ബ്രിട്ടൻ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ കൗണ്ടറിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പം ഞാൻ ആദ്യം ഓർത്ത് പാസ്പോർട്ട് എടുക്കേണ്ട കാര്യമില്ല, അല്ല യൂറോപ്യൻ യൂണിയനിൽ എനിക്ക് പെർമനന്റ് റെസിഡൻസ് പെർമിറ്റ് ഉള്ള ഒരാളാണ് ഞാൻ, ഇതെടുത്താൽ മതി. ഞാൻ ക്യൂവിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് വന്നിട്ട് എൻ്റെ തലയിലേക്ക് ആരോ ഒരാൾ പിന്നിൽ നിന്നൊരു കറുത്ത തുണി ഇടുകയാണ്. ഞാൻ ആദ്യം കരുതിയത് ഏതോ ഭീകരവാദികളുടെ ആക്രമണമാണ് എന്നാണ് കരുതുന്നത്. ഞാനത് തട്ടി മാറ്റി ഞാൻ നോക്കുമ്പോൾ ഞാൻ ക്യൂവിൽ നിൽക്കുകയാണ്. ഇനി ഒരു 2 പേരും കൂടി മുന്നിലുണ്ട്, 2-3 പേരും കൂടി മുന്നിലുണ്ട്. അപ്പൊ ഞാൻ വരാനായിട്ട് കാത്തിരുന്നത് പോലെ ഉള്ള ഒരു പെരുമാറ്റമാണ് ആരുടെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഞാൻ ഇത് തട്ടി മാറ്റി നോക്കുമ്പോൾ 3 ഭാഗത്ത് നിന്ന് 3 പേര് എൻ്റെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വിചാരം എയർപോർട്ടിനകത്ത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുകയാണ്, അപ്പം എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നൊക്കെയാണ് എൻ്റെ വിചാരം. വീണ്ടും അവർ തലയിലേക്ക് തുണിയിടുന്നു, എൻ്റെ കൈകൾ ബലമായി പിടിക്കുന്നു, എന്നെ എങ്ങോട്ടേക്കോ നയിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ടൊരു മുറിയിലെത്തിക്കുന്നു, വാതിൽ ഭയങ്കര ശക്തിയിൽ കൊട്ടി അടയ്ക്കുന്നു. കണ്ണു തുറക്കുമ്പോൾ മുറിക്ക് തലയിൽ ഇതെല്ലാം മാറ്റിയാണ്. അപ്പൊ നോക്കുമ്പോൾ ഭയങ്കര വെളിച്ചത്തിന്റെ ഒരു പ്രളയമാണ് മുറിക്കകത്ത്. കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല. കുറെ നേരം കൊണ്ട് വെളിച്ചമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഞാനൊരു തടവ് മുറിയിലാണെന്ന് മനസ്സിലായത്. വലിയൊരു മുറിയാണ്, വളരെ ഉയരമുള്ള ഒരു തടവ് മുറി. അതിനകത്ത് ജനാലകളൊന്നുമില്ല. മുകളിൽ വലിയൊരു ലൈറ്റ് ഉണ്ട്, 3-4 CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ സംഗതി ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് യൂറോപ്യൻ യൂണിയനിലെ ഏത് തടവറയിലും വെക്കണമെന്ന് നിബന്ധനയുള്ള ഒരു സംഗതിയാണ്. ഒരു തടവുകാരന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പയ്യൊന്ന് വായിക്കാൻ നോക്കി. അതിനകത്ത് പറയുന്നത്, ഒരാളെ അയാളുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ അയാൾക്ക് തൊട്ടടുത്ത കിത്തൻ കെന്നിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാരെയോ വിളിച്ച് ആ വിവരം പറയാനുള്ള അവകാശമുണ്ട്. അവകാശം നമ്പർ 7 എന്നുണ്ട്. അപ്പൊ മനസ്സിലായി ഞാൻ ഒരു ഡിറ്റൻഷനകത്താണ്, എനിക്ക് ഈ അവകാശം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. മാത്രമല്ല എൻ്റെ പാസ്പോർട്ട് ആരും പരിശോധിച്ചിട്ടില്ല, എന്നെ ഔദ്യോഗികമായിട്ട് എൻ്റെ ഒരു തടവ് രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ അവിടെ രാജ്യത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട് ആ കൗണ്ടറിന് മുന്നിൽ ക്യൂ നിൽക്കുമ്പോൾ തന്നെ എന്നെ പിടിച്ചോണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് രേഖപ്പെടുത്താത്ത ഒരു അറസ്റ്റാണിത്, രേഖപ്പെടുത്താത്ത ഒരു ഡിറ്റൻഷനാണെന്നുള്ള ഒന്നാമത്തെ മനസ്സിലായത്. അപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് ആ മുറിയിൽ ഒരു ബെല്ലുണ്ട്. ഞാൻ ആ ബെല്ലിങ്ങനെ ആവർത്തിച്ച് നീക്കി. അപ്പോൾ ആരോ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ കിളിവാതിൽ തുറക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞു, വെളിയിൽ പോകാനായിട്ട് ഒരു ഉപാധി എന്ന നിലയിൽ. ഇതിനകത്ത് ടോയ്ലറ്റ് ഇല്ല. അപ്പൊ എന്നെ മുറി തുറന്നിട്ട് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട്, അതിലേക്ക് കൊണ്ടുപോകുന്നു. വാതിൽ 2 പേര് തോക്കുമായിട്ട് നിൽക്കുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ 7ാം നമ്പർ അവകാശം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ അറിയിക്കാനുള്ള അവകാശം എനിക്ക് ഉടനെ കിട്ടണം എന്ന് പറഞ്ഞു. ഞാൻ ഷൗട്ട് ചെയ്തു പറഞ്ഞിട്ട്. അപ്പൊ എന്നെ വീണ്ടും മുറിയിലേക്ക് തള്ളിയിട്ടിട്ട് ഇത് അടച്ചു. പക്ഷെ ഇത് ഓരോ തവണയും എൻ്റെ ഫോൺ, പിന്നെ കമ്പ്യൂട്ടറുകൾ എല്ലാം ഇവർ എടുക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. പക്ഷേ ഇത് എടുക്കുമ്പോൾ ഒപ്പം തന്നെ എത്ര ഫോണുണ്ട് എൻ്റെ ബാഗിനകത്ത് എന്നൊക്കെ ഉള്ളത് നോക്കണം അവർക്ക്. അപ്പം ഞാൻ ഓരോ തവണ ഇത് ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എയർപോർട്ടിലെ ഡിറ്റൻഷൻ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ആൾക്കോ ഒരു ഭയം തോന്നി, പറയുന്നതിനകത്ത് ചില കാര്യമുണ്ട് എന്ന്. അയാൾ പറഞ്ഞു സംസാരിക്കാം, പക്ഷെ 1 മിനിറ്റ് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് സേവ് മൈ ലൈഫ്. ആ 1 മിനിറ്റ് യഥാർത്ഥത്തിൽ ഇവരെന്നെ റെക്കോർഡ് ചെയ്യാത്ത ഒരു അറസ്റ്റാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഒരു ഡിറ്റൻഷൻ. എൻ്റെ പാസ്പോർട്ടിൽ ഇപ്പോഴും എൻ്റെ ഡിറ്റൻഷൻ രേഖപ്പെടുത്തിയിട്ടില്ല, എവിടെയും എൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എന്നെ ഡിറ്റെയിൻ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു 2 പേരെ വിളിക്കണം എന്ന് പറഞ്ഞു. ഫിൻലൻഡിൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെയും എൻ്റെ മകളെയും. എൻ്റെ മകള് ഫിൻലൻഡിലാണ് താമസിക്കുന്നത്. ശക്തി 2-2.5 കൊല്ലമായിട്ട് ശക്തിയും കുടുംബവും ഫിൻലൻഡിൽ തന്നെ ഉണ്ട്. ശക്തിയും അവരെ വിളിച്ചറിയിച്ചു. അപ്പൊ അവരോട് പറഞ്ഞു ഈ മീറ്റിങ്ങിന്റെ സംഘാടകരെ ഒരു അറിയിക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫിനിഷ് ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെടണം, മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെടണം, എന്നിട്ട് കാര്യങ്ങൾ അറിയിക്കണം. പറ്റുമെങ്കിൽ ഇന്ത്യൻ എംബസിയിലും വേറെ അറിയിക്കണം. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്നെ ഉടനെ ടോയ്ലറ്റിൽ പോകാൻ സമ്മതിക്കാതെ വീണ്ടും മുറിയിലേക്ക് അടയ്ക്കുന്നു. പക്ഷേ ഈ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഗുണം ഇങ്ങനെയാണ്. അടുത്ത 7 മണിക്കൂറിനകം എന്നെ ഒരു പ്രോസിക്യൂട്ടറുടെ മുന്നിൽ എത്തിച്ചു. നിർബന്ധമാണ്, നിയമം അനുസരിച്ച് 7 മണിക്കൂറിനകം നമ്മൾ എത്തിക്കണം എന്നാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഐ എം യുവർ ലോയർ, അഡ്വക്കേറ്റാണ് ഞാൻ. ഞാൻ ചോദിച്ചു, എനിക്ക് പെട്ടെന്ന് ഇതൊരു കളിപ്പിയാണോ എന്ന് തന്നെ തോന്നിയില്ലേ. ഞാൻ അവരോട് ചോദിച്ചു ആരാ നിങ്ങളെ ഏർപ്പാട് ചെയ്ത്. പറഞ്ഞു ഇവിടെയുള്ള എത്തീസ്റ്റ് ഓർഗനൈസേഷന്റെ
ചീഫ് പേര് പറഞ്ഞിട്ട് അവരാണ് ഓർഗനൈസ് ചെയ്തത്. നിങ്ങളുടെ മകളും സുഹൃത്തും ഒക്കെ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. വി വിൽ ഡിഫെൻഡ് യുവർ കേസ്. അപ്പോൾ അവർ പറഞ്ഞ എന്താണ്, എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? ഇതാണ് നമ്മൾ ആദ്യം ചോദിച്ചത്. അല്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇതൊരു ടെമ്പററി ഡിറ്റൻഷൻ ആണെന്നാണ് അവർ പറയുന്നത്. ടെമ്പററി ഡിറ്റൻഷൻ എന്തിനാണ്? അവർ പറയുന്നത്, എനിക്കെതിരായിട്ട് ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്, ഇന്ത്യയിൽ എനിക്കെതിരായിട്ടൊരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. ആ അറസ്റ്റ് വാറണ്ട് അനുസരിച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയും പോളണ്ടും തമ്മിൽ ഒരു എക്സ്ട്രഡീഷൻ ട്രീറ്റി ഉള്ളത് കൊണ്ട് എന്നെ ഇന്ത്യയിലേക്ക് തിരികെ അയക്കാനായിട്ടാണ് എന്നെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അറിവ് പ്രകാരം ആ സമയത്ത് എൻ്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ടും ഇല്ല ഇന്ത്യയിൽ. അത് ഞാൻ പറയാം, അതിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞു, ഇങ്ങനെ ഒരു അറസ്റ്റ് വാറണ്ട് ഉള്ളതായിട്ട് നമുക്ക് അറിയില്ലല്ലോ. ഉണ്ടായിരുന്നു പറയണം, പക്ഷെ അതിൻ്റെ കോടതി അതിൻ്റെ മേൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിയാൻ മേല, ഞങ്ങൾക്ക് ഇവിടെ രാവിലെ മുതൽ നിരവധി ഫോൺ കോളുകളും ടെക്സ്റ്റ് മെസ്സേജുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോളണ്ടിലേക്ക് രക്ഷപ്പെടാൻ പോവുകയാണ്, നിങ്ങളൊരു ഭയങ്കര കുറ്റവാളിയാണ്, നിങ്ങളെ പിടികൂടണം എന്നൊക്കെ പറഞ്ഞാൽ മെസ്സേജിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ത്യയിലേക്ക് എംബസിയിലേക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഫിൻലൻഡിലേക്ക് അറിയിപ്പ് കൊടുക്കട്ടെ, ഞാൻ അവിടുത്തെ റെസിഡന്റ് അല്ലേ എന്ന് പറഞ്ഞു. അല്ല, ഫിൻലൻഡുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പം നിങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ പാർട്ടല്ലേ, അപ്പം അത് വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പം അവർ മറുപടി ഒന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ ഡിറ്റൻഷൻ 4 ദിവസത്തേക്ക് നീട്ടാൻ തീരുമാനിച്ചു അവർ. 4 ദിവസത്തേക്ക്. എന്തിനാണ്? എൻ്റെ പേരിലുള്ള അറസ്റ്റ് വാറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 4 ദിവസം കഴിഞ്ഞിട്ട് അവര് അത് 3 ദിവസം കൂടി കഴിഞ്ഞിട്ടാക്കി. അവർ 7-ാം ദിവസം വീണ്ടും മീറ്റ് ചെയ്യാണ്. അപ്പൊ 7-ാം ദിവസം ഇവർ പറഞ്ഞു, നിങ്ങൾക്കെതിരായിട്ട് അറസ്റ്റ് വാറണ്ട് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് അന്നേരം ഒരു ഉറപ്പ് തോന്നിയില്ല. പക്ഷെ ഇന്ന് എനിക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ഹൈക്കോടതിയിൽ നിന്നുള്ള രേഖകളൊക്കെ എടുത്തു നോക്കിയപ്പോൾ ഈ എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മേൽ ഒരു അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം, എനിക്കെതിരായിട്ട് ഒരാളൊരു കേസ് കൊടുത്തിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ആ കേസിന്റെ പ്രകാരം നമ്മൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അതിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നു. അറസ്റ്റ് വാറണ്ട് ഉണ്ടാകുന്നതിന് തന്നെ ഒറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്നോട് ഒരു ചോദ്യം ചെയ്യൽ പോലും ഇല്ലാതെ ഒരു കേസ് ചാർജ് ചെയ്തു എനിക്കെതിരായിട്ട്. ഞാൻ ഫിൻലൻഡിലേക്ക് 2012 താമസം മാറ്റി. ഇത് 2017 കഥയാണ് ഞാൻ പറയുന്നത്. 2017 അപ്പോൾ കോടതിയിൽ നിന്ന് ഒരു സമൻസ് പോകുന്നു. ആ സമൻസ് പോകുന്നത് എൻ്റെ വിലാസമായി കോടതിയിൽ കൊടുത്തിരുന്നത് എൻ്റെ അമ്മ ജീവിച്ചിരുന്ന, അമ്മ 2014 മരിച്ചുപോയി, അവിടെ അടച്ചു കിടക്കുന്ന ഒരു വീടുണ്ട് തിരുവനന്തപുരത്ത്. ആരുമില്ല അവിടെ. തിരുവനന്തപുരത്ത് അവിടെ ആകെയുള്ളത് എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും വർഷത്തിൽ 6 മാസം താമസിക്കുന്ന മൂക്കുന്നുമലയിലെ വീടും അതിൻ്റെ താഴ്വാരത്തുള്ള ഈ വീടുമാണുള്ളത്. 2 വീടും ഈ വർഷത്തിൽ 6 മാസവും അടച്ചാ കിടക്കുന്നത്. അപ്പൊ അവിടേക്ക് ആണ് അവിടുത്തെ വിലാസം. ഞാൻ ഒരിക്കലും അവിടെ താമസിച്ചിട്ടില്ല, അമ്മയെ കാണാൻ പോകുന്ന അപൂർവം അവസരങ്ങളിൽ ഒഴിച്ച്. അപ്പം അവിടുത്തെ വിലാസത്തിലേക്കാണ് ഇത് അയക്കുന്നത്. അപ്പൊ ഞാൻ കോടതിയിൽ ഹാജരായതിനെ തുടർന്ന് അറസ്റ്റ് വാറണ്ട് ഉണ്ടാവുന്നു. അറസ്റ്റ് വാറണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വന്ന് കോടതി ഹാജരാകണമെന്നാണ് നിയമം. അതിന് എനിക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അന്ന് എൻ്റെ മേൽ ഒരുപാട് മതനിന്ദ ആരോപണങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതം ഇന്ത്യ വന്ന അത്ര സുരക്ഷിതമാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ലീഗൽ റെമഡി എന്നുള്ള നിലയിൽ ഒരു ക്വാഷിംഗ് പെറ്റീഷൻ കൊടുത്തു. ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന്, നമുക്ക് കോടതിയിൽ വരാൻ അനുമതി ഉണ്ടാവണമെന്നും അപ്പം അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മളൊരു ക്വാഷിംഗ് പെറ്റീഷൻ കൊടുക്കുകയാണ് ഹൈക്കോടതി. ആ ക്വാഷിംഗ് പെറ്റീഷൻ 2018 കൊടുത്തെങ്കിലും അതിലൊരു വിധി വരുന്നത് 8 വർഷങ്ങൾക്ക് ശേഷമാണ്. വിധി എങ്ങനെയാണ്? എനിക്ക് ഇന്ത്യയിൽ വരാം, അറസ്റ്റ് വാറണ്ട് റദ്ദാക്കുകയാണ്, വന്നു കഴിഞ്ഞാൽ എനിക്ക് ജാമ്യം തരണം. ജാമ്യ വ്യവസ്ഥ ആ ജഡ്ജിക്ക്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നിശ്ചയിക്കാം. അപ്പം എനിക്ക് വരാനായിട്ട് ഒരു 30 ദിവസത്തെ സമയം, ആ സമയത്തിനുള്ളിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ജാമ്യം നൽകണം എന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. പക്ഷേ ആ സമയത്ത് എനിക്ക് വരാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഇതേ കേസ് ഫിൻലൻഡിലും വന്നു. ഇപ്പൊ രണ്ടിലൊന്നും എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് അവിടെ എത്താൻ പറ്റുകയില്ല എന്നുള്ള വിവരം അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അറസ്റ്റ് വാറണ്ട് റീഇഷ്യൂ ചെയ്തിട്ടില്ല. അത് വീണ്ടും റീഇഷ്യൂ ചെയ്യുന്നത് ഇതിന്റെ കോംപ്ലയൻസ് ഹൈക്കോടതി പരിശോധിക്കുമ്പോഴാണ്. ഞാൻ ആ സമയത്ത്, ഇവർ അനുവദിച്ച സമയത്ത് വന്നിട്ടില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തുന്ന അടുത്ത മീറ്റിംഗിലാണ്, അല്ലേ. അപ്പൊ ആ തീയതി വന്നിട്ടില്ല, അതിനു മുമ്പ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചൊരു പ്രധാനപ്പെട്ട സംഗതി. അതായത് എന്നെ മാർച്ച് 27-ാം തീയതി ഇവർ ഡിറ്റെയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ മേലെ ഒരു അറസ്റ്റ് വാറണ്ട് നിലവിലില്ല. അതിനുശേഷം 4-ാം തീയതി ഹൈക്കോടതി മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കോംപ്ലയൻസ് പാലിച്ചിട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ എൻ്റെ പേരിൽ അറസ്റ്റ് വാറണ്ട് റീഇഷ്യൂ ചെയ്യുന്നു. അതായത് ഉണ്ടാകാൻ പോകുന്ന ഒരു അറസ്റ്റ് വാറണ്ടിന്റെ പേരിൽ അതിനെതിരായിട്ടും എനിക്ക് വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. പേരിൽ അതിന് 7 ദിവസം മുമ്പ് എന്നെ ഡീറ്റെയിൻ ചെയ്ത് അവര് ടെമ്പററി ഡിറ്റൻഷൻ എന്ന് പറഞ്ഞ് പോളണ്ടിൽ ഏറ്റവും ഭീകരമായ ബൈലങ്ക ജയിലിലേക്ക് അയക്കുകയാണ് അവർ. അപ്പോൾ പിന്നെ ഈ
എന്താണ് ഈ ബൈലങ്ക ജയിൽ എന്നൊക്കെ ഉള്ളത് ഞാൻ അതിന്റെ വിശദീകരണങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല. അതൊക്കെ ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്. വളരെ ഗൗരവമുള്ള ഒരു പുസ്തകമാണത്. എങ്ങനെയൊക്കെയാണ് ഈ അടിസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് നടത്തിയത്, എന്തൊക്കെയായിരുന്നു ആ ജയിലിലെ ട്രീറ്റ്മെന്റ്, അവിടെയുള്ള കുറ്റവാളികൾ ഏത് തരം ആൾക്കാരാണ്, എന്തൊക്കെ തരം അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകേണ്ടി വന്നത് എന്നൊക്കെ ഉള്ളത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമാകില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ആമുഖമായി പശ്ചാത്തലം പറയുന്നത്, അതിനുശേഷം പിന്നീട് അടുത്ത 5 മാസക്കാലം ഞാൻ പോളണ്ടിലെ ജയിലിലാണ്. അപ്പോ ഒരു തരത്തിലും നമ്മൾ പറയുന്ന ഒരു വാദമുഖവും കേൾക്കുകയില്ലാത്ത ഒരു കോടതി. നമ്മൾ പറയുന്നുണ്ട്, നോക്കൂ, ഞാൻ യൂറോപ്യൻ യൂണിയൻ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും പരിശോധിച്ചാണ് എനിക്ക് റെസിഡൻസ് പെർമിറ്റ് നൽകുന്നത്. ഈ കേസുകളൊക്കെ നിലവിലുള്ളപ്പോഴാണ് നൽകുന്നത്. അപ്പൊ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഞാൻ പലതവണ പോളണ്ട് വന്നിട്ടുണ്ട്. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. ഞങ്ങൾക്കറിയാവുന്ന ഏക സംഗതി, നിങ്ങൾക്കെതിരായിട്ട് ഇപ്പോൾ ഒരു അറസ്റ്റ് വാറണ്ട്, ഇപ്പോൾ, അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് വാറണ്ട് ഇല്ല, അറസ്റ്റ് വാറണ്ട് ഉണ്ട്. ഞങ്ങൾക്കൊരു എക്സ്ട്രഡീഷൻ ട്രീറ്റി ഉണ്ട് ഇന്ത്യയായിട്ട്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ലോയേഴ്സ് ഒക്കെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലേക്ക് ഈ കേസിന്റെ പേരിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ വാദിക്കാവുന്ന സംഗതികളേ ഉള്ളൂ എന്ന്. ഈ കേസിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ മറ്റു ചില കേസുകളിൽ എന്നെ ഇന്ത്യയിലേക്ക് കിട്ടാത്തതിന്റെ പേരിൽ ഒരു ഉപാധി കണ്ടുപിടിക്കാൻ ആരെങ്കിലും നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാകാം എന്നുള്ളത് നമ്മുടെ അഭിഭാഷക അറിയിച്ചു കോടതിയെ. അപ്പോൾ എന്നെ എക്സ്ട്രഡീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ആലപ്പുഴയിലെ കോടതിയിലെ ഒരു അറസ്റ്റ് വാറണ്ട് പോരാ, അല്ലെങ്കിൽ ആലപ്പുഴയിലെ പോലീസിന്റെ ഒരു അറസ്റ്റ് വാറണ്ട് പോരാ. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എംബസി വഴി ഒരു എക്സ്ട്രഡീഷൻ റിക്വസ്റ്റ് കൊടുക്കണം. അങ്ങനെ ഒരു റിക്വസ്റ്റ് വരുന്നില്ല. വരുന്നത്, എന്നെ എക്സ്ട്രഡീറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഇന്റന്റ് ആൻഡ് താല്പര്യം ആലപ്പുഴയിലെ പോലീസ് അറിയിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ പോലീസ് അറിയിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആലപ്പുഴയിലെ പോലീസ് എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഡിസ്ട്രിക്റ്റിലെ പോലീസാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് വളരെ രസകരമായ സംഗതിയാണ്. കോടതിയുടെ ഔദ്യോഗികമായ ലെറ്റർ ഹെഡിലുള്ള അവരുടെ കോടതിയുടെ വിധിപ്പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് പറയുന്നത്, ഇന്ത്യൻ സുപ്രീം കോർട്ട് ഇൻ ആലപ്പി ഹാസ് റിക്വസ്റ്റഡ് യു ടു ബി എക്സ്ട്രഡീറ്റഡ് എന്നാണ്. അതായത് ആലപ്പുഴയിലുള്ള ഇന്ത്യയുടെ സുപ്രീം കോടതി എന്നെ എക്സ്ട്രഡീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വക്കീൽ പറയുന്നു, ആലപ്പുഴയിലല്ല ഇന്ത്യയിലെ സുപ്രീം കോടതി, അത് ന്യൂഡൽഹിയിലാണ് എന്ന് പറയുമ്പോൾ, വി നോ ബെറ്റർ ദാൻ യു എന്നാണ് മറ്റേ പ്രോസിക്യൂഷന്റെ വാദമുഖം. ഇതൊക്കെ രേഖാമൂലമുള്ള സംഗതികളാണ്. അപ്പൊ ഇത്തരം ബാലിശ്യമായ തരത്തിൽ ഉള്ള വാദമുഖങ്ങളുമായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാണ്. അപ്പൊ എൻ്റെ ജയിലിലുള്ള സഹ തടവുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കറിയാം, ഇതാണ് പോളണ്ടിലെ ഒരു രീതി. അവരൊരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു ന്യായവും ഒരു എക്സ്പ്ലനേഷനും ഒരു തെളിവുകളും അവർക്ക് അത് ബാധകമേ അല്ല. അവരെന്താണോ നിശ്ചയിച്ചത് അത് മാത്രമേ ചെയ്യുള്ളൂ. ഇത് തത്ത പറയുന്ന പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അവരുടെ കാര്യങ്ങൾ. അപ്പൊ ഇത് പറയുന്ന സമയത്ത് എൻ്റെ ജയിലിലെ സ്ഥിതി ഞാൻ അതിലേക്ക് വിശദമായി വരുന്നില്ല. 2 സൂചന നൽകിക്കൊണ്ട് ഞാനത് പറയാം. ഒരു മുറിയിൽ അവിടെ 4 പേരാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിലെ നിയമം അനുസരിച്ചിട്ട് ഒരാൾക്ക് 3 സ്ക്വയർ മീറ്റർ സ്ഥലം വേണം, പ്രൈവറ്റ് സ്പേസ് മുറിയിലെ ഫർണിച്ചർ കൂടാതെ കാണണമെന്നാണ്. ഇത് 1 മീറ്റർ പോലും ഉണ്ടായിരുന്നില്ല പ്രൈവറ്റ് സ്പേസ്. ഒരു കൊച്ചു ടോയ്ലറ്റ് ഉണ്ട്, വാഷ് ബേസിനും ടോയ്ലറ്റും അതിനകത്തുണ്ട്, കുളിക്കാൻ അതിനകത്ത് സൗകര്യമില്ല. അപ്പൊ അതിനകത്ത് തുണി ഉണങ്ങാനുള്ള ഒരു റാക്കുണ്ട്. 2 നിലയുള്ള 4 പേരുള്ള ഒരു തടവ് മുറിയാണ്. 2 പേര് അടങ്ങുന്ന 2 സെറ്റ് ഈ 2 ടയർ തടവ് മുറിയാണുള്ളത്. അപ്പം ഞാൻ ആദ്യമുള്ള തടവ് മുറി ആദ്യം നോക്കുമ്പോൾ വല്ല നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നത്. ഞാൻ ഇവരുടെയൊക്കെ എന്താണ് നിങ്ങൾ ചെയ്ത സംഗതി എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ വണ്ടി ഇടിച്ച ആൾക്കാരെ കൊന്നിട്ടുണ്ട്, കുറെ പേരെ കാശ് വാങ്ങിച്ചിട്ട് വണ്ടി ഇടിച്ചു കൊല്ലും, അതാണ് എൻ്റെ ഒരു ഹോബി, പണവും കിട്ടും. എതിരാളികളുടെ മക്കളെ, ബിസിനസ് കോമ്പറ്റീറ്റേഴ്സിന്റെ മക്കളെയൊക്കെ വണ്ടി ഇടിച്ചു കൊല്ലും. അങ്ങനെ ഞാനൊരു 8 പേരോ 9 പേരോ ആയിട്ട് കൊന്നിട്ടുണ്ട്. ഇവർ 4 കേസ് എടുത്തിട്ടുണ്ട്. അതാണ് ഒരാൾ. അപ്പം വേറെ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു, ഈ ആളുടെ വേറൊരു കുഴപ്പം കൊണ്ടുണ്ട്, ഇയാള് ജയിൽ മുറിയിൽ ആരെയെങ്കിലും നമുക്ക് ഉപദ്രവിക്കണമെങ്കിൽ ഇങ്ങനെ കാശ് കൊടുക്കുകയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ഒരാളും കൂടിയാണ് പുള്ളി. പണം വാങ്ങിച്ച ആൾക്കാരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു രീതിയാണ്. അങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ മുറിയിൽ ഒരു സഹതടവുകാരൻ. എന്നോട് വലിയ സ്നേഹമാണ്, വർത്തമാനമൊക്കെ പറയുമ്പോൾ വളരെ സൗഹൃദമാണ്. പിന്നെ ഒരാള് ഒരു റോബർ, പിന്നെ ഒരാൾ ഒരു പോൺ ആർട്ടിസ്റ്റ് ഒരുത്തൻ. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ കേന്ദ്രത്തിൽ പോണിൽ അഭിനയിക്കുന്ന, പോൺ അവിടെ ഇല്ലീഗൽ അല്ല, പക്ഷെ പോണിൽ അഭിനയിക്കുന്നതിൽ ചില വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് ഒരാളെ പിടിച്ചിട്ടുണ്ട്, അയാൾ അതിനകത്തുണ്ട്. അങ്ങനെ 3-4 തടവുകാരുണ്ട്. ഇടയ്ക്ക് തടവുകാർ മാറി വരും. ഇടക്കാലത്ത് ഒരു മുഴുഭ്രാന്തനെ കെട്ടി അല്ലെ കട്ടിലെല്ലാം പിടിച്ച് രാത്രി കുലുക്കും, മറിച്ചിടാൻ നോക്കും ആൾക്കാരെ. ഇങ്ങനെ ഒരാള്. പക്ഷേ
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ജയിലിൽ വെച്ചുള്ള ഒരു വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ്സ് അനുഭവിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ സംഗതി, എന്നോട് ഔദ്യോഗികമായി ഉദ്യോഗസ്ഥരെല്ലാം വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ട്രാൻസ്ലേഷൻ വേണം, എല്ലാ കോടതി രേഖകളിലും ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പം ഞാൻ ഡയബറ്റിക് ആണ്, ഡയബറ്റിക് ഡയറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം ഇവർ അനുവദിച്ചില്ല. അപ്പം ഇന്ത്യൻ എംബസി ഇടപെട്ടിട്ട് പറഞ്ഞു ഡയബറ്റിക് ഡയറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് അനുവദിച്ചുകൊണ്ടുള്ള ഓർഡർ വന്നു. അതുപോലെ തന്നെ ഇവർക്ക് പഴയ പോളണ്ടിന്റെ പശ്ചാത്തലം അറിയാമല്ലോ. പണ്ടത് നാസികളുടെ കയ്യിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റുകളുടെ കയ്യിലായിരുന്നു. ഇപ്പോൾ യൂറോപ്പിലെ കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ ജയില് 1960 ഉണ്ടാക്കിയ ഒരു ജയിലാണ്. യൂറോപ്യൻ യൂണിയനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് കാലത്തുണ്ടായ ഒരു ജയിലാണ്. അന്ന് ഫർണിച്ചറുകളുടെ അഭാവം മൂലം 1940 ഉണ്ടായിരുന്ന ഫർണിച്ചറുകളാണ് ഈ മുറികളിലേക്ക് കൊണ്ടുവന്നത്. 40 ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഓർക്കണം, നിങ്ങളൊക്കെ കണ്ടിട്ടാവും യഹൂദരെ തടവുകാരായിട്ടിട്ടിരിക്കുന്ന 2 നിലയും 3 നിലയുള്ള കട്ടിലുകൾ. അതിലിങ്ങനെ മെലിഞ്ഞുണങ്ങിയ മനുഷ്യർ നിൽക്കുന്ന പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതേ കട്ടിൽ. അതിൽ ചിലതൊക്കെ എഴുതിയിട്ടുണ്ട് ഇസഹാക്ക് 1939, വേറൊരാളുടേത് 41. എന്നെ ഗ്യാസ് ചേംബറിലേക്ക് മിക്കവാറും അടുത്ത ആഴ്ച കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള അതേ സംഗതി, ആ എഴുത്ത് പോലും മാഞ്ഞിട്ടില്ലാത്ത ആ ഫർണിച്ചർ, അതിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം ഇതൊരു വല്ലാത്തൊരു അനുഭവമാണിത്. അപ്പം ഇതിനകത്ത് ഈ ആൾക്കാരെ ഇവർ ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് പെരുമാറും. അതേസമയം ഈ തടവറയിൽ ആരെയെങ്കിലും കൈകാര്യം ചെയ്യണമെങ്കിൽ, നമ്മളെ മാത്രമല്ല ആരെ കൈകാര്യം ചെയ്യണമെങ്കിലും 2-3 മാഫിയകളാണ് വാഴ്സ നഗരത്തെ അടക്കി വാഴും. കത്തോലിക്ക സഭയുടെ പല കേന്ദ്രങ്ങളിൽ നിന്ന് പോലെ മാഫിയകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഈ വാഴ്സ. അതിനകത്ത് 2-3 തരം മയക്കുമരുന്നുകളുടെ കേന്ദ്രം. ഒന്ന് കൊക്കെയിൻ, 2 മാരിയുവാന. കൊക്കെയിൻ കണ്ടെയ്നറുകളിൽ നിറച്ചു കൊണ്ടുവരുന്ന ആൾ, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വാഴപ്പഴത്തിന്റെ കൂടെ കൊക്കെയിൻ നിറച്ചു കൊണ്ടുവരുന്ന ആൾക്കാർ, അവരുടെ മാഫിയ. അങ്ങനത്തെ 2-3 മാഫിയ. അതിലൊരു മാഫിയയുടെ അധ്യക്ഷൻ തന്നെ ഒരു കർദിനാളാണെന്ന് ആരോ പറഞ്ഞു കേട്ടു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു അണ്ടർഗ്രൗണ്ട് മാഫിയയുടെ. ഇവർ തമ്മിൽ നടക്കുന്ന തെരുവ് പോരാട്ടങ്ങൾ, ഇവരിൽ ഏതെങ്കിലും ഒരു എതിർകക്ഷിക്കാരനെയോ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോ തടവിലുണ്ടെങ്കിൽ ഈ ആളെ അടിച്ച് എല്ലൊടിക്കാനോ അയാളെ തല്ലിക്കൊല്ലാനോ ഒക്കെ ഈ മാഫിയക്ക് കാശ് കൊടുത്താൽ മതി. അവരുടെ പ്രതിനിധിയായിട്ട് ജയിലിൽ കിടക്കുന്ന ആള് അത് ചെയ്തു തരും. ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പിന്നെ പഠിച്ചു. എല്ലാവർക്കും ദിവസത്തിൽ 1 മണിക്കൂർ നടക്കാൻ പോകാം. 20 പേർ ഒന്നിച്ചാണ് ഒരു ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം മാത്രം തുറന്നൊരു സ്ഥലത്ത് നമുക്ക് നടക്കാൻ പോകുന്നത്. ആകെയുള്ളൊരു എക്സസൈസ് അതാണ്. അതിന് പോകുന്ന സമയത്ത് നമ്മൾ ഒറ്റമുറിയിൽ കഴിയുന്ന ചില തടവുകാരുണ്ട്. അത് മാഫിയയുടെ വേണ്ടപ്പെട്ടവരാണ്. അവരെയും കൂടി ഇറക്കി വിടും. അവർ വന്ന് നമ്മൾ കൂട്ടി ഇടിക്കും, എന്നിട്ട് വഴക്കുണ്ടാക്കും, എന്നിട്ട് അടിക്കും, അല്ലെ ഇടിക്കും, അല്ലെ കാല് തല്ലി ഒടിക്കും. ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ എല്ലൊടിയുന്നതും മുറിയുന്നതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ പലതവണ കണ്ടു. ഞാൻ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിരുന്നു. നടക്കാൻ പോകാതിരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നടക്കാൻ പോകും. പക്ഷെ അതേസമയം തന്നെ ഒരു തരത്തിലും നടന്നു പോകുമ്പോൾ എതിർവശത്തോട് വന്ന് കൂട്ടിയിടിക്കുക, എന്നിട്ടൊരു ക്ലാഷ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. പ്രൊവക്കേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം. ഞാൻ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കൃത്യമായി ഈ ക്യാമറ ഉള്ള സ്ഥലത്തോട് മാത്രമേ നടക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പല ശീലങ്ങളൊക്കെ ഉണ്ടാക്കി. എങ്കിൽ പോലും പൊതുവേ തടവുകാർക്ക് എന്നോടൊരു വലിയ താല്പര്യമുണ്ടായിരുന്നു. കാരണം പല കാര്യങ്ങളിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവർ തന്നെ കുറവാണ്. അങ്ങനെ സംസാരിക്കാൻ അറിയുന്നവർക്ക് ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ തോന്നുന്ന ചില പ്രത്യേകതകളുണ്ടാകാം. പല ആൾക്കാർ എന്നോട് വളരെ താല്പര്യത്തോടെയും സ്നേഹത്തോടെയാണ് പെരുമാറിയെങ്കിലും പൊതുവെ ഈ ക്രിമിനൽ അറ്റ്മോസ്ഫിയറിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് എപ്പോഴും അറിയായിരുന്നു. എനിക്കെതിരായിട്ട് ഒരു 4 തവണയെങ്കിലും ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ഓർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, നമുക്ക് ഇതൊക്കെ നടക്കുമ്പോഴും ആദ്യത്തെ 30 ദിവസത്തേക്ക് എക്സ്റ്റൻഷൻ, ടെമ്പററി എക്സ്റ്റൻഷൻ, പ്രീ എക്സ്റ്റഡീഷൻ, ടെമ്പററി എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഈ സംഗതി തുടരുകയാണ്. നമുക്ക് ഒരു തരത്തിലും ഒരു വാദമുഖത്തിനും ന്യായത്തിനും ഒന്നും മാർഗമില്ല. കോടതി നമ്മളെ കൊണ്ടുപോകുന്നില്ല. 2 വട്ടം എന്നെ കോടതി കൊണ്ടുപോയുള്ളൂ. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു കോടതിയിലെ സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട്, അത് ജേർണലിസ്റ്റുകളും അവിടെ ഉണ്ട്, ഫിന്നിഷ് അംബാസിഡറാണോ കോൺസുലാണോ എന്ന് ഓർമ്മയില്ല, ഇന്ത്യയിലെ കോൺസുലറൊക്കെ വന്ന് അവിടെ ഇരിക്കുകയാണ് കോടതി. അതുകൊണ്ട് ഞാൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഒരു പ്രഭാഷണം പോലെ നടത്തി. പിന്നെ ഞാൻ ഒരിക്കലും കോടതി കൊണ്ടുപോവുകയില്ല. കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് എന്നറിയാവുന്നതുകൊണ്ട്. അത് അവിടുത്തെ പത്രങ്ങളിലൊക്കെ വലിയ കാര്യമായിട്ട് വന്നത് ഞാൻ കോടതി പറഞ്ഞ കാര്യങ്ങൾ. ഏതായാലും ഞാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവിടെ പത്രങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എല്ലാ തടവ് മുറിയിലെ നിലയിലും ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരാളുണ്ട്. പഴയ കമ്മ്യൂണിസ്റ്റ് രീതിയിലെ സംഗതിയാണ്. ഒരു തടവുകാരെ പഠിപ്പിച്ച് നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ ഒരു ടീച്ചറുണ്ട്. ഈ ടീച്ചർ എന്ന് പറയുന്ന ആള് ഒരു സൈക്കോളജിസ്റ്റ് ആണെന്നാണ് വെപ്പ്. എനിക്ക് ആദ്യത്തെ സ്ഥലത്തുണ്ടായിരുന്ന ആള് തന്നെ എന്നോട് പറഞ്ഞൊരു സംഗതി, നിങ്ങളെപ്പറ്റി എനിക്കറിയാം, ഞാൻ നിങ്ങളെപ്പറ്റി നെറ്റിലൊക്കെ കുറെ നോക്കി, നിങ്ങളെ ഇവരെ അപായപ്പെടുത്തും, ഇവിടെ നിങ്ങളെ ജീവനോടെ ഇവിടുന്ന് വെളിയിൽ വിടരുത് എന്നുള്ളതാണ്
ഒരു പൊതുവായ ധാരണ ഇവിടെയുള്ളത്. ഹി വാസ് ഓപ്പൺലി ടോക്കിംഗ് ടു മീ. അതുകൊണ്ട് നിങ്ങൾക്ക് മരുന്ന് തരുമ്പോൾ എന്ത് മരുന്നാണെന്ന് പരിചയമുള്ള മരുന്ന് മാത്രമേ കഴിക്കാവുള്ളൂ, അല്ലാത്ത മരുന്ന് ടോയ്ലറ്റിൽ ഉപേക്ഷിച്ചേക്കണം, അദ്ദേഹം പറഞ്ഞാണ് എന്നോട്. അപ്പം ഞാനത് വളരെ കെയർഫുൾ ആയിരുന്നു. മരുന്നുകൾ തരാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത തരം മരുന്നുകളൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പരിചയമില്ലാത്ത എല്ലാ മരുന്നുകളും ഞാൻ ഒഴിവാക്കി. അപ്പം അങ്ങനെ ഒഴിവാക്കുമ്പോൾ പല കുഴപ്പങ്ങളുമുണ്ട്. എനിക്ക് ആവശ്യമുള്ള മരുന്നുകളൊന്നും കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ചില മരുന്നുകൾ വളരെ സംശയാസ്പദമായി തോന്നിയ ചില മരുന്നുകൾ ഞാൻ സാമ്പിൾ എടുത്ത് മാറ്റിവെച്ചു. അവ പിന്നീട് ഞാൻ ജയിലിൽ നിന്ന് വെളി വന്നപ്പോൾ പരിശോധിച്ചു. അതിനകത്ത് ആർസനിക് ഉണ്ടായിരുന്നു ഒന്നിനകത്ത്. ഇപ്പം എനിക്ക് എത്രമാത്രം ആർസനിക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം അതിനകത്ത് ചിലതെങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെയാണ് ഇവർ തന്നത്. ആർസനിക് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ പോയിസണിങ് ആണ്, കൊല്ലാനുള്ള ഒരു സ്ലോ പോയിസണിങ് ആണ്. കാലം കൊണ്ട് മരിക്കുകയുള്ളൂ. നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കുറച്ചെടുക്കാൻ പറ്റും നന്നായിട്ട്. എന്തുമാത്രം എൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ ഇവർക്ക് കുറച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ മേല. ഒരുപാട് പരിശോധനകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം നടത്തി. പക്ഷെ ബ്രൂട്ടലായിട്ടൊരു സംഗതി ഉണ്ടായത്, പുതിയ ഒരാൾ, ഒരു ജയിൽ ഓഫീസർ വന്നിട്ടാണ്. അയാൾ പറഞ്ഞു, നിങ്ങളെപ്പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ കത്തോലിക്ക സഭയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എവിടെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ളത്? നിങ്ങളൊരു ടോയ്ലറ്റിൽ നിന്നാണ് വെള്ളം വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, അതേക്കുറിച്ച് ഇവിടെയൊക്കെ ഒന്ന് പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് കേട്ടു. അത് ഭയങ്കരമായ ഒരു ഇൻസൾട്ടായി പോയി, അങ്ങനെ ഞങ്ങളുടെ ഹോളി വാട്ടർ അങ്ങനെയൊന്നും അല്ല. ഞാൻ പറഞ്ഞു, അതിപ്പോൾ നിങ്ങളുടെ കുറ്റമല്ലല്ലോ, അവിടെ ആരോ ഒരാൾ അങ്ങനെ കരുതി എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ന്യായമായിട്ടൊന്ന് പറഞ്ഞു നോക്കാൻ നോക്കി. അപ്പോൾ പുള്ളി ചോദിച്ചു, ഓക്കെ ഓക്കെ, അതെങ്ങനെയാണ് കാലിൽ നിന്നാണോ വീണത് പ്രതിമയുടെ? അതെ, തള്ളവിരലിൻ്റെ ഭാഗത്ത്. അത് പുള്ളിയുടെ ഷൂസ് എൻ്റെ കാലിൻ്റെ മുകളിലേക്ക് വെച്ചു. അതായത് ഇവിടെ ഈ ഭാഗത്ത് നമ്മുടെ ടോയില്ലേ, നമ്മുടെ പെരുവിരൽ കാലിൻ്റെ അതിൻ്റെ മുകളിലേക്ക് പുള്ളിയുടെ ബൂട്ടിൻ്റെ പുറകെ വെച്ചു. ഞാൻ ശ്രദ്ധിച്ചു, അതിൻ്റെ താഴെ ലാടം ഉള്ള ഒരു ബൂട്ടാണ്. അടുത്ത നിമിഷത്തിൽ ഒരൊറ്റ ചവിട്ടാണ് എൻ്റെ കാലിലേക്ക്. എൻ്റെ തള്ളവിരൽ ഒടിഞ്ഞു, വലത് കാലിൻ്റെ തള്ളവിരൽ ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഒടിഞ്ഞു വളഞ്ഞു പോയി ഒരു വശത്തേക്ക്. അപ്പം പിന്നെ എനിക്ക് കുറേ ദിവസങ്ങളിലേക്ക് നടക്കാനൊന്നും വയ്യായിരുന്നു. ഒരു മാസത്തോളം ഞാനിങ്ങനെ, അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെയൊന്നും വന്നാൽ ചെയ്യേണ്ടത് എന്താണ്? അത് സർജറി ചെയ്ത് നേരെയാക്കണം അല്ലേ? അത് ചെയ്തില്ല. അല്ലെങ്കിൽ പെയിൻ കില്ലർ തരണം. അപ്പോൾ കാല് മുഴുവൻ നീരായി. ആ നീര് വെച്ചുകൊണ്ട് ഞാൻ നിർബന്ധമായി നടക്കാൻ പോകണമെന്ന് ഇവർ ശടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നടക്കാൻ പോയില്ല എന്നായി ഞാൻ. അപ്പോൾ അതിൻ്റെ അപകടം എനിക്ക് മനസ്സിലായി. അത് കാലിൻ്റെ വേദന വല്ലാതെ കൂടുന്നു. അപ്പം പെയിൻ കില്ലർ ഞാൻ ചോദിച്ചാൽ നമുക്ക് പെയിൻ കില്ലർ വാങ്ങിക്കാം, അവിടെ പാരസെറ്റമോൾ പോലത്തെ പെയിൻ കില്ലർ വാങ്ങിക്കാം. ഡോക്ടറുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ വേദന അനുഭവിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു മാസത്തോളം ആ വേദന അനുഭവിച്ചു. പക്ഷേ മറ്റു ചിലർ എനിക്ക് പാരാസെറ്റമോൾ സംഘടിപ്പിച്ചു തന്നു. അത് കഴിച്ചുകൊണ്ട് കുറച്ച് വേദന കുറയ്ക്കാൻ പറ്റി. ആ തള്ളവിരൽ ഇപ്പോഴും വളഞ്ഞായിരിക്കുന്നത്. അത് കുറേയൊക്കെ നേരെയാക്കിയിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമുള്ള സർജിക്കലായിട്ട് നേരെയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരെ നടക്കാൻ, ഞാൻ ജയിലിൽ നിന്ന് വരുമ്പോൾ മുടന്തിയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കാല് ചവിട്ടി ഒന്ന് ഒടിച്ചു വരും. പിന്നെ പല രീതിയിൽ എൻ്റെ മേത്ത് മറിഞ്ഞു വീണ് അപകടം ഉണ്ടാക്കാൻ നോക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന പല രീതികളിൽ വളരെ മാന്യമായ ഒരു ആളെ എങ്ങനെ കൊല്ലാൻ പറ്റും എന്നുള്ളതിൻ്റെ പല രീതികൾ അവർ പരീക്ഷിച്ചു നോക്കി. ഏറ്റവും പ്രധാനമായിട്ട്, അപ്പം ഞാൻ ഇങ്ങനെ ഒരു അപകട സൂചന എൻ്റെ മുറിയിൽ തന്നെ, മുമ്പ് ആൾക്കാരെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്ന ആള് ജനാലയിൽ കയറിയിട്ട് എൻ്റെ മേൽ മറിഞ്ഞു വിടാൻ നോക്കുക. അവിടെ ഒരു കസേര കെട്ടിയിട്ട് തൂങ്ങി മരിക്കുന്ന പോലത്തെ ഒരു കുരുക്കുണ്ടാക്കിയിട്ട് അതിൽ കഴുത്തിട്ട് കളിക്കാം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു, ഒരു കസേര കയറി നിന്നിട്ട്. അപ്പം ഞാൻ അങ്ങനെ നമ്മളൊന്ന് നിന്നു കൊടുത്താൽ നമ്മുടെ കഴുത്തിലേക്ക് കുരുക്കിട്ട് വലിച്ച് തട്ടിയിടാൻ വളരെ എളുപ്പമാണ് അല്ലേ? ഇതൊക്കെ അവിടുത്തെ രീതിയാണ് കേട്ടോ. ജയിലിൽ ഇങ്ങനെയാണ്. ഒരു കുരുക്കിട്ടിട്ട് സ്റ്റൂള് തിരിച്ച് ഉയരമുള്ള ജനാലയിൽ കെട്ടിവെക്കുന്നു. അതിലേക്ക് ബെഡ്ഷീറ്റ് കീറിയിട്ട് ഒരു കുരുക്കുണ്ടാക്കുന്നു. ഒരാളെ ബലമായി പിടിച്ച് അവിടെ നിർത്തിയിട്ട് കഴുത്തിൽ കുരുക്കിടുന്നു, സ്റ്റൂൾ തട്ടി മാറ്റുന്നു. ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ ആത്മഹത്യകൾ കൊട്ടേഷൻ നടക്കുന്ന ജയിലും ഈ ബൈലങ്ക ജയിലാണ്. അപ്പോൾ പലപ്പോഴും രണ്ട് സംഗതികളാണ് ഉണ്ടാകുന്നത്. ജയിൽ വളരെ മാന്യമാണ് ഔദ്യോഗികമായിട്ട്, പക്ഷെ ആത്മഹത്യകൾ വളരെ കൂടുതലാണ്, അപകടങ്ങളും വളരെ കൂടുതലാണ്. മറ്റ് തടവുകാർ ഇതര തടവുകാരെ ആക്രമിക്കുന്ന റിപ്പോർട്ടുകളും വളരെ കൂടുതലാണ്. ഇതൊക്കെ ഓർക്കസ്ട്രേറ്റഡ് ആണ് എന്നുള്ളത് അവിടെ പാർക്കുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഓർത്തു, ഈ ജയിലിൽ വെച്ച് എനിക്ക് ചെയ്യാവുന്ന ഏക സംഗതി എന്നാണ്, ബാക്കിയുള്ള കേസും വാദമുഖങ്ങളും ഒക്കെ അപ്രസക്തമായി. അതൊന്നും ഇവിടെ പ്രശ്നമേ ആയിരുന്നില്ല. അവർക്ക് വേണ്ടിയിരുന്നത് എന്നെ അവിടെ മരിക്കുന്നത് വരെ അവിടെ കിട്ടണം, അല്ലെ മരിച്ച് തീർക്കണം. അപ്പം അതെനിക്ക് വ്യക്തമാവുന്ന ഒരു സമയമുണ്ട്. ഞാൻ ഡയബറ്റിക് ഡയറ്റ് വേണമെന്ന് എന്നോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ കോടതി പറയുന്നു അത് ഇന്ത്യൻ എംബസിയും ഫിനിഷ് എംബസിയും ഒക്കെ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഡയബറ്റിക് ഡയറ്റ് തരണം എനിക്ക് അല്ലേ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും വൈകുന്നേരങ്ങളിൽ അത്താഴം വരുമ്പോൾ എനിക്ക് അത്താഴമില്ല. അപ്പോൾ അവർ പറയും, ഇന്ന് ഡയബറ്റിക് ഡയറ്റ് ഇല്ല കേട്ടോ എന്ന് പറയും. എന്ന് വെച്ചാൽ എനിക്ക് അത്താഴമില്ല എന്നർത്ഥം. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 മാസം ഞാൻ അത്താഴപ്പട്ടിണിയാണ്. കിട്ടുന്ന ആഹാരം വളരെ കുറച്ചാണ്.
ഒരു ലോഫ് ബ്രെഡ് ഒരു ദിവസം രാവിലെ കിട്ടത്തുള്ളൂ. അതിൽ പുരട്ടി കഴിക്കാനായിട്ട് എല്ലാവരും ഭയങ്കര കായികക്ഷമതയുള്ള ആൾക്കാരും വലിയ വിശപ്പുകാരുമാണ്. നമ്മൾ 4 പീസ് എടുത്തുള്ളെങ്കിൽ ബാക്കിയുള്ള തടവുകാർ എടുത്ത് കഴിക്കും അപ്പം തന്നെ. അപ്പം നമുക്ക് അവിടെ തടസ്സം പറയാനൊന്നും പറ്റുകയില്ല. കാരണം അവർ വിശന്നിട്ടാണ്. എനിക്ക് അത്രയും വേണ്ട ഭക്ഷണം. വൈകുന്നേരം ആകുമ്പോൾ ഒന്നും കാണുകയില്ല നമ്മുടെ കയ്യിൽ. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ ഭക്ഷണം എനിക്കില്ല. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്? ഒരു ഡയബറ്റിക് ആയ ആൾക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഗ്ലൂക്കോസ് ഡൗൺ ആവാം, അപകടം ഉണ്ടാവും അല്ലേ? അപ്പം അതുകൊണ്ട് ഒരു തടവുകാരൻ, ഈ കുക്കിങ്ങിന്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു തടവുകാരൻ എനിക്ക് കുറേയേറെ പഞ്ചസാര കൊണ്ട് തന്നു. പഞ്ചസാര അപ്പം ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണ്. രാത്രി എൻ്റെ ഗ്ലൂക്കോസ് ഡൗൺ ആകുമ്പോൾ ഞാൻ ഈ പഞ്ചസാര വാരി കഴിക്കും, ഗ്ലൂക്കോസ് ഡൗൺ ആയിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി രാത്രി 10 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നമ്മൾ പോകണം അല്ലേ? എനിക്ക് പിന്നെ കിട്ടുന്നത് 1ാമത്തെ നിലയിലുള്ള ഈ 2 ടയർ, ഇതിനകത്ത് മുകളിലത്തെ നിലയിലുള്ള ഒരു ബെഡ് തരിക. ആ ബെഡിന് ഞാൻ അതിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സൈഡ്, നമ്മുടെ റെയിൽവേ ബെർത്ത് പോലെയാണ്, അതിൻ്റെ സൈഡിലെ റെയിൽ, നമ്മൾ താഴേക്ക് വീഴാതിരിക്കാനുള്ള റെയിൽ ഉണ്ടല്ലോ, അത് അവർ വെൽഡ് ചെയ്തെടുത്ത് മാറ്റിക്കളഞ്ഞു എൻ്റെ ഇതിൽ മാത്രം. എന്ന് വെച്ചാൽ ഞാനൊന്ന് തിരിഞ്ഞാൽ ആകെ കഷ്ടിച്ച് ഒരടി കൂടുതൽ വീതിയില്ലാത്തൊരു കിടക്കയാണ്. ഒരു വശത്തേക്ക് ചെരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താഴേക്ക് വീഴും. വീണാലോ ഒരു 10 അടി താഴ്ചയിലാണ് വീഴുന്നത്. 2-3 വാരിയിൽ ഒടിഞ്ഞു കിട്ടും ഇല്ല അത്യാവശ്യമായിട്ട്. ഇനി ഞാൻ ചോദിച്ചു, അതിലേക്ക് കയറാനായിട്ടൊരു സ്റ്റെയർ കേസ് പോലെ ഒരെണ്ണമുണ്ട്. അതെല്ലാ മുറിയിലും ഉണ്ട്. പക്ഷെ ഇതിനകത്തുള്ള അത് വെൽഡ് ചെയ്ത് മാറ്റിയിരിക്കുക ഞാൻ കിടക്കുന്നിടത്ത്. ഞാൻ ചോദിച്ചു എനിക്ക് എങ്ങനെയാണ് മുകളിൽ കയറുന്നത്? അവർ പറഞ്ഞു ഒരു സ്റ്റൂൾ ഇടണം, അതേ കയറി നിന്നിട്ട് വേറൊരു സ്റ്റൂൾ വെക്കണം, എന്നിട്ട് അതിന് മുകളിൽ നിന്നിട്ട് കയറാം. ഇറങ്ങണമെങ്കിലോ ആരെങ്കിലും താഴെ നിന്ന് 2 സ്റ്റൂൾ വെച്ച് കയറണം. വീണ് കയ്യോ കാലോ ഒടിയാൻ പറ്റിയ ഒരു സംഗതിയാണ് അല്ലേ? അപ്പം ഇതിന്റെ ഉദ്ദേശം ദുഷ്ടലാക്കൊക്കെ നമുക്ക് മനസ്സിലാകുന്നവരല്ലേ? അപ്പം ഞാൻ വളരെ ആലോചിച്ചതിന് ശേഷം ഇതിന്റെ സൈഡിൽ കൂടി കയറാന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അതിന് മുകളിൽ വലിയ ആർച്ച് വെച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ ശരീരം നന്നായിട്ട് വഴങ്ങുന്ന, നൃത്തമൊക്കെ ചെയ്ത് നന്നായിട്ട് വഴങ്ങുന്ന ശരീരമായതുകൊണ്ട് ഞാൻ അതിലൂടെ ഈ സ്പൈഡർമാനൊക്കെ കയറുന്ന പോലെ സൈഡിൽ കൂടി ഒറ്റയ്ക്ക് കയറി ഈ മുകളിൽ ഒരു കാല് അകത്തേക്ക് വെച്ച് പുറകിൽ നമ്മുടെ തലയിടത്രയും ഉയരമുള്ള ആർച്ചിന് മുകളിൽ കൂടെ മറ്റൊരു കാല് വെച്ച് ഈ കിടക്കയിലേക്ക് മറിഞ്ഞു വീഴുക. അത് പിന്നെ ചാഞ്ഞിട്ട് വേണം കിടക്കാൻ, അല്ലെങ്കിൽ ഇങ്ങോട്ട് മറിഞ്ഞു വീഴും. ഇങ്ങനെ കിടക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന മരുന്നുകളിലൊന്ന് ശരീരത്തിലെ ജലാംശം കളയാനുള്ള മരുന്നുകൾ. എൻ്റെ കാലിലെ വേദന വന്നപ്പോഴേക്കും എനിക്ക് തരുന്ന ഒരു മരുന്ന് അതാണ്, നീര് വരാതിരിക്കാൻ. അപ്പം അതിൻ്റെ ഒരു ഫലം എന്താണ്? പലതവണ മൂത്രം ഒഴിക്കേണ്ടി വരും. കാലെല്ലാം നീര് കെട്ടി, അപ്പോഴേക്കും മൂത്രം ഒഴിക്കാനുള്ള മരുന്നാണ്. അപ്പം ഒരു 4 വട്ടം 5 വട്ടം രാത്രി മൂത്രം ഒഴിക്കണം. ഇതെങ്ങനെ ഇറങ്ങുന്നത്? ഇതുപോലെ ഈ അക്രോബാറ്റിക് സ്ട്രക്ചറിലൂടെ ഇറങ്ങി വേണം ടോയ്ലറ്റിൽ ഇരുട്ടത്ത് പോകാൻ. അതിനകത്ത് എവിടെയും മറിഞ്ഞു വീഴാം. കൈകൊണ്ട് ഊന്നിയിട്ട് വേണം. മുകളിലത്തെ 2 ബെഡിലും കൈകൊണ്ട് ഊന്നിയിട്ട് നമ്മളിങ്ങനെ തൂങ്ങി ഇറങ്ങി താഴത്തെ ബെഡിന്റെ 2 കാലിലും വെച്ച് പിന്നെ അവിടെ നിന്ന് വീണ്ടും 2 കൈ കൊണ്ട് പിടിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങി അതൊരു സ്റ്റൂളിന്റെ മുകളിലെത്തി. ഞാനത് പറഞ്ഞാൽ മനസ്സിലായില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നെല്ലാം വരച്ചു വെച്ചു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇതിൽ നിന്ന് അതിജീവിക്കാൻ പോകുന്നില്ല. എനിക്കതിൻ്റെ ഉറപ്പായി. കാരണം എൻ്റെ ബോഡി വെയിറ്റ്, പണ്ട് എനിക്ക് ഒരുപാട് വണ്ണമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് 110 കിലോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് കൃത്യമായി എക്സസൈസ് ഒക്കെ ചെയ്ത് ഒരു 75 കിലോ ആക്കി സ്റ്റേബിൾ ആക്കി നിർത്തിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഈ 75 കിലോ ഉള്ള ഞാൻ മെലിയാൻ തുടങ്ങി പയ്യെ. അപ്പം എന്തുമാത്രം മെലിഞ്ഞു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കണ്ണാടിയിൽ എൻ്റെ രൂപം കാണാം. എനിക്ക് കാണുമ്പോൾ പലപ്പോഴും ഓർമ്മ വരുന്നത് ഈ ഗ്യാസ് ചേംബറിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള യഹൂദന്മാരുടെ ചിത്രം കണ്ടിട്ടില്ലേ? അതുപോലെ മെലിയാൻ തുടങ്ങി എന്ന് എനിക്ക് മനസ്സിലായി. മുഖമൊക്കെ ഒട്ടി, തോളലൊക്കെ ഉയർന്നു, കൈയൊക്കെ നോക്കുമ്പോൾ കൈയുടെ മുട്ടിൻ്റെ അവിടെയൊക്കെ മുഴച്ച് കൈ ഭാഗങ്ങളൊക്കെ തന്നെ മെലിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാനവിടെ ഉറച്ചു, ഇതിനകത്ത് ഞാൻ മരിച്ചു തീരാൻ പോവാണ്. ഒരു തരത്തിലും എനിക്ക് വെളിയിൽ വരാൻ പറ്റും തോന്നുന്നില്ല. ഒരു തരത്തിലുള്ള വാദമുഖങ്ങളും ഒന്നും സാധ്യമാകുന്നില്ല. ഫിന്നിഷ് ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്, ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്, ഒന്നിനോട് ഇവർ പ്രതികരിക്കുന്നില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇതിനകത്തുള്ളത്. ഭക്ഷണം കുറയ്ക്കുന്നു. എനിക്ക് തരുന്ന ഭക്ഷണം ഡയബറ്റിക് ഡയറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. മരുന്നുകൾ, അപകടമുള്ള മരുന്നുകൾ തരുന്നു. ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു പാഠം എൻ്റെ മനസ്സിൽ വന്നു. ആ പാഠം എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൊരു പാഠം. നമുക്ക് അതിജീവിക്കാൻ പറ്റുകയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തണം. അത് പോസ്റ്ററിറ്റിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ എൻ്റെ അച്ഛൻ, അദ്ദേഹം ജയിലിൽ കിടന്നൊരു സമയത്ത് ഈ അടിയന്തരാവസ്ഥയിലും അതിനു മുമ്പ് നക്സലൈറ്റ് കേസിലും ഒക്കെ പ്രതിയാക്കുന്ന സമയത്തൊക്കെ ജയിൽ ഡയറി എഴുതിയിരുന്നു. ഞാൻ പകൽ മുഴുവൻ ഇരുന്നിട്ട് എനിക്ക് വായിക്കാൻ എഴുതാനും ഉള്ള അനുമതി കോടതി നൽകിയിരുന്നു. അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് നല്ല പുസ്തകങ്ങൾ കിട്ടി. അതൊക്കെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എഴുതാൻ തുടങ്ങി. ദീർഘകാലമായിട്ട് ഞാൻ എഴുതണം എന്ന് കരുതിയിരുന്ന എൻ്റെ
ഓട്ടോബയോഗ്രഫി ഞാൻ അവിടെ ഇരുന്ന് എഴുതി പൂർത്തിയാക്കി. ഈ ജയിലിലെ ഡയറി ഞാൻ ഓരോ അനുഭവങ്ങളും ഞാൻ അവിടെ ഇരുന്ന് രേഖപ്പെടുത്തി. ഇത് അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് സംശയം ഉണ്ടായിരുന്നുകൊണ്ട് അത് ബെഡ്ഷീറ്റുകളുടെ ഇടയിലും ഒക്കെ ആയിട്ട് ഒളിപ്പിച്ചു വെച്ചു. കോടതി രേഖകൾക്കകത്തും ഒക്കെ ആയിട്ട് ഒളിപ്പിച്ചു വെച്ചു. എൻ്റെ മുറിയിൽ എനിക്ക് വിശ്വസിക്കാവുന്ന ചില ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഞാനിവിടെ മരിച്ചു പോകും. മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയെങ്കിലും സ്മഗിൾ ഔട്ട് ചെയ്ത് എത്തിച്ചു കൊടുക്കണം. എൻ്റെ മകൾക്കോ മകനോ എത്തിച്ചു കൊടുക്കണം. അത് രേഖപ്പെടുത്തപ്പെടണം. അത് ഭാവി കാലം അറിയേണ്ടതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു തരത്തിലും എന്നെ ഈ ജയിലിൽ നിന്ന് വിടുകയില്ല എന്ന് എനിക്ക് വ്യക്തമാകുന്നത് യൂറോപ്യൻ യൂണിയൻ നിയമം അനുസരിച്ച് എക്സ്ട്രഡീഷന് വേണ്ടി ഒരാളെ അനുവദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യം ആവശ്യപ്പെടുകയാണെങ്കിൽ 90 ദിവസം വെച്ചുകൊണ്ടിരിക്കാവുള്ളൂ. 90 ദിവസങ്ങൾക്കകം എക്സ്ട്രഡീഷൻ നടന്നില്ലെങ്കിൽ ആൾ അപ്പം തന്നെ റിലീസ് ചെയ്യണമെന്ന യൂറോപ്യൻ യൂണിയന്റെ നിയമം. ഈ 90 ദിവസം എന്ന് പറയുന്നത് മെയ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആകുമ്പോൾ തീരും. ജൂൺ 28 ആകുമ്പോൾ തീരും. അപ്പോൾ ആ 90 ദിവസവും കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വെച്ചുകൊണ്ടിരിക്കാൻ യൂറോപ്യൻ യൂണിയൻ നിയമം അനുവദിക്കുന്നില്ലെങ്കിലും ഇവർ പറയുകയാണ് ഇന്റന്റ് ഓഫ് എക്സ്ട്രഡീഷൻ അവരെ അറിയിച്ചിട്ടുണ്ട്. എക്സ്ട്രഡീഷൻ കത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു 90 ദിവസം കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോയർ പറയുന്നുണ്ട്, ഇത് യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങൾക്കെതിരാണ്. നിങ്ങളുടെ എക്സ്ട്രഡീഷൻ ട്രീറ്റിക്കകത്ത് പോലും ഇതില്ല. പക്ഷെ അവരെ സമ്മതിക്കുകയില്ല. അവര് വീണ്ടും, അതായത് 90 ദിവസം കഴിഞ്ഞിട്ട് എന്നെ സെപ്റ്റംബർ അവസാനം വരെ എന്നെ വീണ്ടും തടവിലാക്കാനായിട്ട് അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനായി. അപ്പം അല്ലേ, ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ നിയമങ്ങളൊന്നും ആർക്കെവിടെയാണ് ബാധിക്കാൻ പറ്റുക? ഞാൻ ഇവിടെ യൂറോപ്യൻ യൂണിയൻ കോടതിയിലേക്ക് ഞാൻ പോകണമെങ്കിൽ പോളണ്ടിലെ കോടതിയിൽ നിന്ന് എനിക്ക് നെഗറ്റീവ് വിധി കിട്ടിയെങ്കിൽ എനിക്ക് യൂറോപ്യൻ കോടതിയിൽ പോകാൻ പറ്റുള്ളൂ. ഞാൻ ജീവിച്ചിരുന്നാലേ ഇതെല്ലാം സാധ്യമാകുള്ളൂ. അതൊന്നും സാധ്യമാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പായ സമയത്ത് അവിടെയാണ് കേരള ഹൈക്കോടതി രക്ഷയ്ക്കായിട്ട് എത്തിയത്. കേരള ഹൈക്കോടതി പറഞ്ഞു എനിക്കെതിരായിട്ടുള്ള അറസ്റ്റ് വാറണ്ട് റദ്ദാക്കണം എന്ന് പറഞ്ഞു. അറസ്റ്റ് വാറണ്ട് റദ്ദാക്കണം എന്ന് മാത്രമല്ല, എനിക്ക് 3 മാസത്തെ സമയം തന്നു കേരളത്തിൽ വന്ന് കോടതിയിൽ ഹാജരാകാനും. അവിടെ ഹാജരായി കഴിഞ്ഞാൽ എനിക്ക് ജാമ്യം നൽകണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ കേരള ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. അത് കിട്ടിക്കഴിയുമ്പോൾ അതെനിക്കറിയാം. പിറ്റേ ദിവസം എൻ്റെ മകൾ എന്നെ വന്ന് കാണുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡേയ്സ്, യു വിൽ ബി ഫ്രീ എന്ന് പറഞ്ഞ് എന്നെ വന്ന് കാണുന്നുണ്ട് ശക്തി. പക്ഷെ എനിക്കറിയാം, എന്ത് കോടതി വിധി പറഞ്ഞാലും ഇവരെന്നെ വിടുകയില്ല. ഇത് ഒരു കൃത്യമായ നിശ്ചയത്തോടു കൂടി എൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള കൃത്യമായ പദ്ധതിയോടുകൂടി നടത്തുന്ന ഒരു സംഗതിയാണിത്. ഇവിടെ ഞാൻ മരിക്കുകയുള്ളൂ എന്ന് എനിക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് ആ ബോധ്യം ഉറപ്പിക്കാവുന്ന മട്ടിൽ കോടതി തീരുമാനിച്ചു കഴിഞ്ഞിട്ടും 1 മാസം കഴിഞ്ഞിട്ടും എന്നെ ജയിലിൽ നിന്ന് വിടുന്നില്ല. അറസ്റ്റ് വാറണ്ട് വിഡ്രോ ചെയ്തു കോടതി, എന്നിട്ടും കോടതി വിടുന്നില്ല. അപ്പോ അതെന്തുകൊണ്ടാണ്? ആലപ്പുഴയിൽ നിന്ന് ഈ കത്ത് വരുന്നില്ല. അവിടെ ചില തടസ്സങ്ങൾ ഉണ്ടാവുകയാണ്. അത് തിരുവനന്തപുരം വരെ എത്തുന്നില്ല ഈ കത്ത്. അങ്ങോട്ടേക്ക് അറിയിച്ചു ഹൈക്കോടതി. പക്ഷെ അവിടെ നിന്ന് തിരുവനന്തപുരം വരെ എത്താൻ വൈകുന്നു. ഇതിന് അവസാനം ഒരുപാട് പേരുടെ ഇന്റർഫിയറൻസും ഒരുപാട് പേരുടെ സഹകരണവും ഒക്കെ ഉണ്ടായിട്ട് വന്നു. ബ്യൂറോക്രാറ്റിക് ഡിലേ എന്ന് പറഞ്ഞെങ്കിലും അത് വളരെ മാനിപ്പുലേറ്റഡ് ഡിലേ ആയിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് അതിനകത്ത്. ഏതാണ്ട് 1.5 മാസങ്ങൾക്ക് ശേഷം എന്നെ റിലീസ് ചെയ്യണമെന്ന് കോടതി തന്നെ നേരിട്ട് പോളിഷ് ഗവൺമെന്റിനെ അറിയിക്കുമ്പോഴാണ് എന്നെ റിലീസ് ചെയ്യുന്നത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. റിലീസിങ് തന്നെ വളരെ നാടകീയമാണ്. എൻ്റെ സാധനങ്ങളൊക്കെ തരാതെ, എൻ്റെ ലോയറെ പോലും അറിയിക്കാതെ ഒരു വൈകുന്നേരം എന്നെ വെളിയിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഫോണുകളൊന്നും കിട്ടാതെ എവിടെ ഞാൻ പോവുക? എനിക്ക് ആരുടെ അഡ്രസ്സ് പോലും എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സമയത്ത്. പിന്നെ അതൊക്കെ എങ്ങനെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നൊക്കെ ഉള്ളത് വെയിറ്റ് ഫോർ ഇറ്റ്. എൻ്റെ പുസ്തകം വരുന്നുണ്ട് ഈ അനുഭവങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട്. ഏതായാലും പിന്നെയും പോളണ്ടിൽ നിന്ന് വരാൻ വൈകി. കാരണം എൻ്റെ പാസ്പോർട്ട് അവർ തരികയില്ല. അപ്പൊ ഇന്ത്യയിലെ ഗവൺമെന്റ് അറിയിക്കുന്നു, എക്സ്ട്രഡീഷൻ ആവശ്യപ്പെടുന്നില്ല, ഞങ്ങൾ അത് വിഡ്രോ ചെയ്തിരിക്കുന്നു. പക്ഷെ ആ വിഡ്രോ ചെയ്ത സംഗതി നടപ്പിലാക്കണമെങ്കിൽ ഒരു ജഡ്ജി ഇത് കോടതി പറയണ്ടേ. ആ ജഡ്ജി അവധി എടുക്കുകയാണ്. ജഡ്ജി അവധി എടുക്കുന്നതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ എക്സ്ട്രഡീഷൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ആ സാധനം നടപ്പിലാകുകയില്ല. അവസാനം അതിന് വലിയ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാക്കിയിട്ട് വേണ്ടി വന്നു വീണ്ടും സഡനായിട്ട് അവരുടെ കോടതി കൂടിയിട്ട് എന്നെ റിലീസ് ചെയ്യാൻ. ആ ദിവസം തന്നെ രാത്രി ഞാൻ ഫിൻലൻഡിലെത്തി. ഞാൻ ഈ ജയിലിൽ നിന്ന് വെളിയിൽ വരുന്ന ദിവസം ആദ്യം ഞാൻ എൻ്റെ ലോയറുടെ വീട്ടിലെത്തി, ലോയറുടെ ഓഫീസിലെത്തുന്നു. അന്ന് ഞാൻ എടുത്തൊരു പടമുണ്ട്. അന്ന് വൈകുന്നേരം ഞാനൊരു ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞാൻ ഒരു മിററിൽ എൻ്റെ ഒരു പടം എടുത്തു. ആ പടം ഒരിക്കലും ഞാൻ നിങ്ങളാരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഭാരം അപ്പോൾ 54 കിലോയേ ഉണ്ടായിരുന്നുള്ളൂ. 20 കിലോ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലെയും കാലിലെയും മുട്ടുകളൊക്കെ മുഴച്ചും ബാക്കി ഭാഗങ്ങളൊക്കെ ശുഷ്കിച്ചും ഒക്കെ ഇരിക്കുന്ന ഒരു രൂപം, മുഖം മുഴുവൻ ഒട്ടി ഉള്ള ഒരു രൂപം. കാരണം അങ്ങനെയാണ് മരണത്തിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു 2-3 ആഴ്ചയും കൂടെ പോയിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു രാവിലെ മരിച്ചു കിടന്നേനെ. പക്ഷെ അത് സാധ്യമാകാത്ത മട്ടിൽ ഉള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർഫിയറൻസ് ഉണ്ടാക്കിയതിന് കേരള ഹൈക്കോടതിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴും
നമുക്കെതിരായി നടക്കുന്ന ബാഹ്യമായ പ്രചരണങ്ങളും ഒക്കെ ഒത്തിരിയുണ്ട്. കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരെ, തെറ്റിദ്ധരിച്ചിട്ടുള്ള ആൾക്കാരെ, കൂടെ നിന്നിട്ടും വീഴുന്നവനെ ചവിട്ടണം എന്ന് കരുതുന്ന ആൾക്കാര്, അല്ലേ? അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ വഴി പറയുന്നതൊക്കെ തന്നെ എനിക്ക് എത്തുന്നുണ്ട്. വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. കാരണം എൻ്റെ ലോയർ എന്നെ എല്ലാ ആഴ്ചയും കാണുന്നുണ്ടായിരുന്നു. ഫിനീഷ് അംബാസഡറുടെ പ്രതിനിധി എന്നെ 3-4 വട്ടം അന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ എനിക്ക് വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഞാൻ. പക്ഷേ ഞാൻ അവരൊക്കെ വഴി നൽകിയ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വൈസ്, നോ റെസ്പോൺസ് ടു എനിത്തിങ്. ഒന്നിനോടും പ്രതികരിക്കണ്ട. കാരണം ഇത് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതല്ലെങ്കിൽ അത് പറയാവുന്ന രേഖകൾ ഞാൻ എങ്ങനെയെങ്കിലും വെളിയിൽ എത്തിച്ചിരിക്കും. കാരണം എനിക്ക് അത്രയേറെ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. ജീവിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വെളിയിൽ കൊണ്ടുവരും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ജീവിച്ചിട്ടാണെങ്കിലും മരിച്ചിട്ടാണെങ്കിലും. ഏതായാലും ഞാൻ വെളിയിൽ വന്നു. അതുകൊണ്ട് ഒരു ഗുണം കൂടി ഉണ്ടായി. നമ്മൾ പറയല്ലേ, ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞൊരു പഴയ ചൊല്ലുപോലെ, ഈ എക്സ്ട്രഡീഷൻ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചോദിക്കണം എന്നുള്ള വാദമുഖം വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, നോക്കൂ, ഈ കേസ്, പുതിയ കേസ് ഉണ്ടാക്കുന്നതിന് ഒരു 4-5 കൊല്ലം മുമ്പ് എൻ്റെ പേരിൽ കുറെ മതനിന്ദ കേസുകളുണ്ട് മുംബൈയിൽ. അപ്പം ഒരു ചാർജിന്റെ പേരിൽ ഒരാൾ ഒരു രാജ്യത്തേക്ക് എക്സ്ട്രഡീറ്റ് ചെയ്താൽ മറ്റു കേസുകളൊന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് യൂറോപ്യൻ യൂണിയന്റെ ഒരു നിയമമുണ്ട്. വേറെ ഒരു കേസിൽ നിങ്ങളെ വിചാരണ ചെയ്യാൻ പറ്റില്ല, അത് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത് പ്രാവർത്തികമാക്കുമോ എന്ന് നമ്മുടെ ലോയർ ചോദിക്കുന്നുണ്ട്. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മറുപടി കിട്ടിയത് വേറൊന്നിനും ചെയ്യുകയില്ലെന്നായിരുന്നു. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. പക്ഷേ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, മുംബൈയിലെ എല്ലാ ബ്ലാസ്ഫമി കേസുകളും നിലവിലില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവുമില്ലാതെ ഇന്ത്യയിലേക്ക് വരാൻ എനിക്ക് സാധിച്ചു. ഞാൻ കേരളത്തിലുണ്ടായിരുന്നു, ന്യൂഡൽഹിയിലുണ്ടായിരുന്നു. 3 ആഴ്ചക്കാലം ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത 3-4 മിത്രങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ സുരക്ഷയെക്കുറിച്ച് എന്നെക്കാളേറെ അവർക്ക് ആപത്ശങ്ക ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പേരുകൾ പോലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ബാവയുണ്ടായിരുന്നു, മനോജ് ഉണ്ടായിരുന്നു, സാജൻ ഉണ്ടായിരുന്നു. അവരെല്ലാ സമയത്തും, ഞാൻ കേരളത്തിലുണ്ടായിരുന്ന സമയം മുഴുവൻ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും അടുത്ത മിത്രങ്ങളൊക്കെ ഞാൻ കണ്ടു. എല്ലാവരെയും കാണാൻ പറ്റിയില്ല, സമയക്കുറവുണ്ടായിരുന്നു. പല ആൾക്കാർക്കും സമയത്ത് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത്, അല്ലെങ്കിൽ ഞാൻ കാണാൻ പ്രപ്പോസ് ചെയ്ത സ്ഥലത്ത് എത്താൻ പറ്റാതെ വന്നു. അല്ലെങ്കിൽ പലപ്പോഴും തീരുമാനിച്ച ആൾക്കാരെ മുഴുവൻ കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്ന പരിമിതികൾ ഉണ്ടായെങ്കിൽ പോലും ഞാൻ കുറേയേറെ ആൾക്കാരെ പോകണമെന്ന് ആഗ്രഹിച്ച സംഗതി, എൻ്റെ അമ്മയുടെ അനുജത്തി, എൻ്റെ അമ്മ മരിച്ചു പോയത് ഞാൻ യൂറോപ്പിലായിരിക്കുന്ന സമയത്താണ്, അല്ലേ? അമ്മയുടെ അനുജത്തിയെ പോയി കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ PM ആന്റണിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മരണവും ഒക്കെ എൻ്റെ സാന്നിധ്യത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പം അദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ പോയി കുറെ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ എൻ്റെ വളരെ വേണ്ടപ്പെട്ട പല സുഹൃത്തുക്കളെയും കണ്ടു. ഡൽഹിയിലുണ്ടായിരുന്നു. എൻ്റെ മകൻ്റെ കൂടെ കുറേയേറെ സമയം ചെലവഴിക്കാൻ പറ്റി. സന്ധ്യയാണെങ്കിൽ ഒരുപാട് നല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് എൻ്റെ ആരോഗ്യം ഒന്ന് പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തി. അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ ഒരു 10 കിലോയെങ്കിലും ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അവിയലും സാമ്പാറും ഒക്കെ കഴിച്ച് അതിൻ്റെ ഒരു ഗുണം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വാവയും മനോജും ഒക്കെ എൻകറേജ് ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് നല്ല ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിച്ചു. അങ്ങനെ കുറേയൊക്കെ വെയിറ്റൊക്കെ റീഗെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇനി ഒരു 5 കിലോ കൂടിയെങ്കിലും കിട്ടിയെങ്കിൽ എൻ്റെ പഴയ വെയിറ്റിലേക്ക് തിരിച്ചു വരുള്ളൂ. ആരോഗ്യത്തിനും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ലൈഫ് എക്സ്പെക്ടൻസിയിൽ എന്തുമാത്രം കുറവ് ഈ എപ്പിസോഡിന് വരുത്താൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഉള്ള കാലത്തോളം ശക്തമായും ധീരമായും മുന്നോട്ട് പോകാൻ ഈ അനുഭവ പാഠങ്ങൾ വലിയൊരു വഴിതെളിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടുള്ള ചോദ്യങ്ങൾ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് അതേക്കുറിച്ച് പറയാൻ നിർവാഹമില്ല. എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മെറിറ്റ്സ് ഓഫ് ദി കേസ് നമ്മൾ ഡിസ്കഷനിൽ കൊണ്ടുവരുന്നില്ല. എനിക്ക് അതിൽ പറയാനുള്ളത്, സാറ് യഥാർത്ഥത്തിൽ ഒരു 2ാം ജന്മത്തിലൂടെ കടന്നു വരികയാണ് എന്ന് ഞാൻ കണക്കാക്കും. ഇത്രയും തീക്ഷ്ണമായ എത്രയോ പറയാത്ത കാര്യങ്ങളുണ്ട്. അതിലൂടെ കടന്നു വന്നത് തെറ്റ് ചെയ്യാഞ്ഞിട്ടാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ രസം എന്ന് തോന്നുന്നു. തെറ്റ് ചെയ്ത ആളിനാണ് കിട്ടിയതെങ്കിൽ കുഴപ്പമില്ല. ഇത് യാതൊരു തെറ്റും ചെയ്തില്ല. ചെയ്ത തെറ്റൊന്നേ ഉള്ളൂ, യുക്തിവാദം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അതിന് ചില ആളുകളൊക്കെ നമ്മുടെ കൂടെ നിന്നവരുൾപ്പെടെ ചട്ടുകമായി നിന്നു. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു മനോജ്. അടുത്തത് രാജയാണ്. രാജ. ഞാൻ
ഞാൻ ചോദിക്കാം. സംസാരം നമസ്കാരം, വെൽക്കം ബാക്ക്. ഒരുപാട് കാലം കൂടി കാണാൻ കഴിഞ്ഞ സന്തോഷം. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യമായിട്ട് ബന്ധപ്പെട്ട ചില സൂചനകൾ മനോജ് ഓൾറെഡി തന്നു കഴിഞ്ഞു. ഞാൻ ചോദിക്കാൻ വന്നത് അതാണ്, അതുപോലെ ഒരു ചോദ്യം തന്നെയായിരുന്നു. അപ്പം താങ്കൾക്ക് ഈ പറഞ്ഞ കേസും ഈ വിഷയങ്ങളുമായി ഇപ്പൊ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് അറിയാൻ പോകാൻ പറ്റുന്ന വരത്തില്ല. പക്ഷെ എന്റെ ചോദ്യം, താങ്കൾക്കെതിരായിട്ട് താങ്കൾ വിശ്വസിക്കുന്നത് ഏതെങ്കിലും സ്ഥാപനങ്ങൾ, ഇപ്പൊ മനോജ് സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റോ താങ്കൾക്കെതിരായിട്ട് നീങ്ങുന്നതായിട്ടാണോ താങ്കൾ കരുതുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട്? അത് ആ ഒരു ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ അല്ല, അതിനോടൊപ്പം ചേർന്ന അങ്ങനെ നീങ്ങുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ പേരിലാണ്? യുക്തിവാദം പ്രചരിപ്പിച്ചതിന്റെ പേരിലാണോ? അങ്ങനെ യുക്തിവാദം എന്ന് പറയുമ്പം നമ്മൾ പല ശക്തികളെ അലോസരപ്പെടുത്തിയേക്കാം. അപ്പൊ ഏത് ശക്തിയാണ് അലോസരപ്പെട്ടത് എന്നുള്ള കാര്യം അത് പറയാൻ കഴിയുമെങ്കിൽ മാത്രം. നോക്കൂ, ഒരാൾ പിന്നിൽ നിന്ന് കുത്തിക്കൊല്ലുന്നു. അപ്പോ എന്താണ് ഈ കുത്തിക്കൊല്ലുന്ന ആൾക്ക് ആവേശം നൽകിയത്, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നതിന് മുൻകൈ എടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ കുത്തു കൊണ്ടയാൾക്ക് ഒരുപക്ഷെ ഊഹിക്കാൻ പറ്റിയേക്കും. ചിലപ്പം അത് നേരായിരിക്കണമെന്നുമില്ല, അല്ലേ? എനിക്കറിയാവുന്ന ഏക സംഗതി, ഇന്ന് നമുക്ക് ലോകത്തിൽ നിലവിലുള്ള എല്ലാ നിയമവ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടാണ് എനിക്കെതിരായിട്ട് ഈ സംഗതികളൊക്കെ ഉണ്ടായത്. അത് ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ചാണെങ്കിലും യൂറോപ്യൻ യൂണിയനിലെ നിയമങ്ങൾ അനുസരിച്ചാണെങ്കിലും പോളണ്ടിലെ നിയമങ്ങൾക്കനുസരിച്ചാണെങ്കിലും അരുതാത്ത ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ടായി. അതിനാരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ അതൊരു വളരെ ഇന്നസെന്റ് ആയിട്ടൊരു സ്വാഭാവികമായിട്ട് ഉണ്ടായൊരു സംഗതിയാണ് എന്ന് കരുതുക അത്ര എളുപ്പമല്ല, അല്ലേ? എന്നോട് ചില ആൾക്കാർ പോളണ്ടിൽ വെച്ച് തന്നെ ചോദിച്ച സംഗതിയുണ്ട്. ഇത് ഒരുപക്ഷെ ഒരു വലിയൊരു കോയിൻസിഡൻസ് ആയിക്കൂടെ? കാരണം നിങ്ങൾ യൂറോപ്യൻ യൂണിയനിലെ പ്രസിഡന്റ് ആണെങ്കിലും വന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പം യൂറോപ്യൻ യൂണിയൻ്റെ വെളിയിൽ നിന്നാണ് വന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അങ്ങ് അകപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പിന്നെ അവർക്ക് മുഖം രക്ഷിക്കാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ അവർക്കെതിരായിട്ട് കേസുമായിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അകത്ത് നിർത്തി ഒതുക്കി തീർക്കുക, നിങ്ങളെ ഇല്ലാണ്ടാക്കി കളയുക എന്ന് പറയുന്ന അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ചെയ്തതായി കൂടെ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് എന്നോട്, പോളണ്ട് വെച്ച് തന്നെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ അവരോട് എനിക്ക് വരാനുള്ളത്. എന്തുകൊണ്ടാണ് ഒരു എയർപോർട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ ഒരു രാജ്യാതിർത്തിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ലംഘിച്ചു എന്ന് തോന്നുന്നെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ പേരിൽ അറസ്റ്റ് വാറണ്ട് ഉള്ളതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ ഞാൻ ഈ നമ്മുടെ ഇമിഗ്രേഷൻ കൗണ്ടറിലെത്തി എൻ്റെ പാസ്പോർട്ട് കൊടുക്കുമ്പോഴല്ലേ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോഴല്ലേ അത് കാണേണ്ടത് അവരെ. അതിന് മുമ്പായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിനാ. എന്തുകൊണ്ടാണ് എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ അവിടെ ഡിറ്റൻഷൻ ആണെന്നുള്ള കാര്യം ഇപ്പോഴും രേഖപ്പെടുത്താതിരിക്കുന്നത്? എന്നെ അവർ ഔദ്യോഗികമായിട്ട് എന്നെ തടവിലിട്ടിട്ടില്ല. ഞാൻ ഇംപ്രസൺമെന്റിലായിരുന്നില്ല. അവരുടെ ഔദ്യോഗിക ഭാഷ്യം ടെമ്പററി ഡിറ്റൻഷൻ ഇൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്ട്രഡീഷൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരിക്കലും എൻ്റെ ഒരു രേഖയിലും അതില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പൊ ഇതിന്റെ പിന്നിൽ അത് വളരെ നിഷ്കളങ്കമാണ് എന്ന് കരുതാൻ മാത്രം നമ്മൾ നൈവ് ആവേണ്ട കാര്യമില്ല. ആര് എന്നുള്ളത് കാലമാണ് കണ്ടുപിടിക്കേണ്ടത്. ആര് ചെയ്തു, ആരൊക്കെ കൂട്ടുപിടിച്ചു, അതെങ്ങനെയാണ് ചെയ്തത്, ഇതിന്റെ മോഡിസ് ഓപ്പറാൻഡി എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് ഒരുപാട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആരൊക്കെയാണ് ഈ പോളണ്ടിലേക്ക് ഇങ്ങനെ നിരന്തരമായി ഇമെയിൽ അയച്ച് ഭയങ്കരമായ ഒരു ഭീകരൻ വരുന്നു എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് അവരുടെ കമ്പ്യൂട്ടറിന്റെ പ്രിസൈസ് ആയിട്ടുള്ള അഡ്രസ്സ് വരെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ അക്കാര്യത്തിൽ പോളിഷ് അതോറിറ്റീസിന്റെയും കൂടെ സഹായം നമ്മൾ തേടുന്നുണ്ട്. കാരണം എനിക്ക് പോളണ്ടിൽ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾക്ക് ഞാനൊരു വലിയ നഷ്ടപരിഹാരത്തിന് ഒരു കേസ് ഫയൽ ചെയ്യാണ്, യൂറോപ്യൻ യൂണിയനിലേക്ക് പോവുകയാണ്. കാരണം എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ ഒരു നിയമവ്യവസ്ഥയാണ് പ്രവർത്തിച്ചതെങ്കിൽ അത് നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. പക്ഷെ നിയമവ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ഒരു മാനിപ്പുലേറ്റീവ് കോൺസ്പിറസി ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. ആര് ചെയ്തു എന്ന് എനിക്കറിയില്ല, എന്നെ ആര് പിന്നിൽ നിന്ന് കുത്തിയെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് പിന്നിൽ ഒരു കണ്ണില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ എനിക്ക് ചിലതൊക്കെ അനുമാനിക്കാൻ പറ്റും, ചിലതൊക്കെ ഊഹിക്കാൻ പറ്റും, ചിലതൊക്കെ നമ്മുടെ ഒരു കോമൺ സെൻസ് കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. അത് ഞാൻ തന്നെ പറയേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലാക്കാവുന്ന സംഗതികളേ ഉള്ളൂ. അതിനപ്പുറത്ത് എനിക്കൊന്നും പറയാൻ നിർത്തിയില്ല ഇപ്പം. ക്ലിയർ ആണ്. കാരണം താങ്കളുടെ ഈ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ കാര്യം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ഒരു സംശയം ഞാൻ പ്രകടിപ്പിച്ചിരുന്നത്, ഇങ്ങനെ ഉറപ്പായിട്ട് ആരെങ്കിലും ശക്തികളെ അലോസരപ്പെടുത്തിയേക്കാം.
അത്തരം ഗൂഢശക്തികൾ അതിനകത്ത് ഇപ്പൊ ഞാൻ സംശയിക്കുന്ന പല ശക്തികളും ഉണ്ട്. പക്ഷെ ഇപ്പൊ സനൽ സാറായിട്ട് പ്രത്യേകിച്ച് ആരുടെയും പേര് പറയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്തായാലും താങ്ക് യു. ഒരു കാര്യം കൂടി പറയാം. എൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലല്ല യഥാർത്ഥത്തിൽ. കാരണം ഞാൻ മലയാളിയാണ്. എനിക്ക് മലയാളം എൻ്റെ മാതൃഭാഷയാണെങ്കിലും എൻ്റെ പ്രധാന പ്രവർത്തനം മുഴുവൻ നടക്കുന്നത് സാർവദേശീയമായിട്ടാണ്, അല്ലേ? അപ്പോൾ സാർവദേശീയമായി ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10, 13, 14 വർഷങ്ങളായിട്ട് ഞാൻ അന്തർദേശീയമായി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. വർഷം തോറും നടത്തുന്ന ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉണ്ട്. ഈ ഒരു വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉൾപ്പെടെയുള്ള സംഗതികൾ ഉണ്ടാക്കാവുന്ന ആഘാതങ്ങളെക്കുറിച്ച് തിരിച്ചറിയാവുന്ന ശക്തികളുടെ പ്രേരണ ഇതിനകത്തുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷൻ ഇതിനകത്തുണ്ടാകാം. ഇതാരൊക്കെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പല ശക്തികളുണ്ടാവാം. വ്യത്യസ്ത താല്പര്യങ്ങളും വ്യത്യസ്ത ശക്തികളും അറിഞ്ഞും അറിയാതെയും ഇതിനകത്ത് കൂടിച്ചേർന്നിട്ടുണ്ടാകാം. അതൊക്കെ തന്നെ എങ്ങനെയെന്ന് നമുക്ക് ഇഴതിരിച്ച് പറയണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. നാരായണൻ സംസാരിച്ചു. എല്ലാ ആശംസകളും പ്രശ്നത്തിൽ കൂടിയാണ് കടന്നുപോയതെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ആവേശം തരുന്ന ഒരു അനുഭവമാണ് കുറച്ച് സമയം കൊണ്ടെങ്കിലും പറഞ്ഞത്. ഇത് എല്ലാ യുക്തിവാദികൾക്കും ആവേശം തരുന്നു. കേരളത്തിൽ നിന്ന് പ്രവർത്തനം മാറ്റാൻ വേണ്ടിയിട്ട് ഫിൻലൻഡിൽ നിന്ന് പകരം അല്പം കൂടി സുരക്ഷിതമായ ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രവർത്തനം കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആക്കാൻ ആലോചിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചത്, ഞാൻ മുമ്പ് പലപ്പോഴും കരുതിയിരുന്നത് യൂറോപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് എനിക്കിവിടെ നിന്നിപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റീസ് ഒക്കെ വർദ്ധിച്ചതുകൊണ്ട് എനിക്ക് കേരളത്തിലും ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഞാൻ കരുതിയിരുന്നെങ്കിലും ഇത്തവണ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും പ്രിയപ്പെട്ട ആൾക്കാരിൽ നിന്നൊക്കെ കിട്ടിയ ആവേശകരമായ ഒരു പ്രതികരണം നൽകിയ ശക്തി വളരെ വലുതായിരുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു തീരുമാനം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ വർഷത്തിൽ 1, 2, 3 വട്ടം ഇന്ത്യയിലും കേരളത്തിലും ഇനി വരുന്നുണ്ടാവും. ഞാൻ നിരന്തരമായി കേരളത്തിലെ പ്രശ്നങ്ങളുമായിട്ട് ഇടപെടുന്നുണ്ടാവും. അതുകൂടാതെ വേറെ ചില കാര്യങ്ങളും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ കുറെ കാലങ്ങളായി ചെയ്തിരുന്ന കുറെ കാര്യമുണ്ട്. ഞാൻ ഇന്ത്യയിലായിരുന്ന സമയത്ത് ഇന്ത്യൻ എത്തീസ് പബ്ലിഷേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രസാധന സ്ഥാപനം, ഞാൻ എൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് കരിയർ പോലും ഉപേക്ഷിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സംഗതിയാണ് 1982. ആ പ്രസ്ഥാനത്തിന് ഒരു ക്ഷയം പറ്റിയിരുന്നു ഞാൻ യൂറോപ്പിലേക്ക് വന്നതുകൊണ്ട്. അതിൻ്റെ പുനരാവിർഭാവം എന്ന് പറയുന്ന ഒരു സംഭവം അതിനുള്ള എല്ലാ രൂപകൽപ്പനയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എത്തീസ് പബ്ലിഷേഴ്സിൻ്റെ എത്തീസ് ബുക്ക് ക്ലബ് എന്ന് പറയുന്ന മന്ത്ലി സീരീസ് പുനരാരംഭിക്കുകയാണ്. 1 മാസത്തിനകം 2 മാസത്തിനകം അതിൻ്റെ അനൗൺസ്മെന്റ് വരും. ഒരുപാട് പുതിയ പുസ്തകങ്ങൾ, മാസം തോറും ഒരു പുതിയ പുസ്തകം എന്ന് പറയുന്ന പഴയ പദ്ധതി വീണ്ടും തുടങ്ങുകയാണ്. അത് പ്രിന്റ് ബുക്കായിട്ടും ഇ ബുക്കായിട്ടും ഓഡിയോ ബുക്കായിട്ടും ഒക്കെ വരുന്ന രീതിയിലാണ് വരുന്നത്. അത് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു ഭാഷകളിൽ, യൂറോപ്പിലെ ഭാഷകളിലും ഒക്കെ കൊണ്ടുവരാവുന്ന മട്ടിൽ അത് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതുകൂടാതെ ഞാൻ മരണത്തിൻ്റെ വാതിൽക്കലെത്തിയിട്ട് തിരിച്ചു വന്ന ഒരാളാണ്, അല്ലെ? 70 വയസ്സായി. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഭയപ്പെട്ടിട്ടോ മാറി നിന്നിട്ടോ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഏതറ്റം വരെ പോയാലും ഇത്രയേ ഉള്ളൂ. മരണം മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, അല്ലേ, നമ്മുടെ ജീവിതത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. ശരിക്കും എല്ലാം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സജീവമായ കുറെ വർഷങ്ങളാണ് വരാൻ പോകുന്നത്. അത് കണ്ടിരിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം അതിനുള്ള ശക്തി ഈ അനുഭവങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ നൽകുന്ന ഒരു ഊർജം എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. ഈ അനുഭവങ്ങളിൽ എനിക്ക് കിട്ടിയ ഊർജം അത് കുറേയേറെ ആൾക്കാരിലേക്ക് പകർന്നു നൽകി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരെ പ്രാപ്തരാക്കാൻ എനിക്ക് സാധിക്കും എന്നാണ് എൻ്റെ വിചാരം. അതിനായിട്ടായിരിക്കും എൻ്റെ ശ്രമം മുഴുവനും. അവിടെ കേരളം ഒട്ടും പിന്നിലല്ലാതെ ഉണ്ട്. ഞാൻ വീണ്ടും മലയാളത്തിൽ വളരെ സജീവമായി ഇനി ഉണ്ടാവും. കേരളത്തിൽ വരികയും ചെയ്യും. യെസ്, പറയൂ. എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഒരു കാര്യം, ഈ നമ്മുടെ ഈ കാത്തലിക് സഭ ഇത്രയും എന്താ പറയാ, ഇത്രയും ഒരു പേഴ്സണൽ വെഞ്ചൻസ് വെച്ച് നടക്കുന്ന ടൈമില് ഇവൻ ഈ ഒരു കാര്യം സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും വാട്ട് ഈസ് ദ ലൈക്ലിഹുഡ് ദാറ്റ് ഇതിനേക്കാളും കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു എക്സ്ട്രീം കേസിൽ ഒരു സിനേറിയോയില് സനൽജി പെടാനുള്ള ചാൻസ് ഇനി എന്തെങ്കിലും ഉണ്ടാവും ഫ്യൂച്ചർ? They could do something to harm you seriously. നോക്കൂ, അങ്ങനെ നമുക്ക് ഭയന്നിട്ട് ജീവിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പം ഒരാളുടെ ജീവിതത്തിൽ നേരിടാവുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണ്?
മരണത്തിന്റെ വാതിക്കലെത്തുക, മരിച്ചു പോകും നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം. നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ജീവിക്കാൻ ഇവർ അനുവദിക്കില്ല, നമ്മൾ മരിച്ച് മണ്ണടിയാൻ പോവുകയാണ്. അത് ഏറ്റവും വലിയ കഷ്ടപ്പാടോടുകൂടി വിശന്ന് വേദനിച്ച് മരിക്കാൻ പോവുകയാണ് തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. അങ്ങനെയുള്ള സമയത്തിലൂടെ ഞാൻ കടന്നുപോയത്. അത് ഞാൻ അതിജീവിച്ച ആളാണ്. ഇതിനപ്പുറത്ത് എന്താ ഉള്ളത്? എന്ത് വന്നാലും നേരിടാനുള്ള ത്രാണി എനിക്കുണ്ട്, ശക്തി എനിക്കുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതലായി അനുഭവിപ്പിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ ഓക്കെ, അത് അവർക്ക് പരീക്ഷിക്കാം. പക്ഷേ ഈ ഞാൻ സർവൈവ് ചെയ്താൽ അതെന്നെ കൂടുതൽ ശക്തനാക്കുകയുള്ളൂ. നോക്കൂ, ഇപ്പോഴത്തെ അനുഭവം എന്നെ എത്ര കൂടുതൽ ശക്തനാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എത്രമാത്രം ശക്തി എനിക്ക് പുതുതായി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി അവർക്ക് ശ്രമിക്കാം, ആർക്കും ശ്രമിക്കാം. എത്ര കൂടുതൽ എന്നെ വിഷമിപ്പിക്കുന്നു, എത്ര കൂടുതൽ എൻ്റെ മേൽ പീഡനങ്ങൾ നൽകുന്നു, അത്രയും കൂടുതൽ ഞാൻ ശക്തനായിട്ട് മാറുകയുള്ളൂ. അത് എന്തെങ്കിലും ഭീഷണികൾ കൂടുതലായിട്ടുണ്ടാകുമോ, എന്തെങ്കിലും ആക്രമണങ്ങൾ കൂടുതലായിട്ടുണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട് മാറി നിൽക്കാൻ ഈ 70 വയസ്സിൽ ഞാൻ ഇനി ചിന്തിക്കുന്നില്ല. ഞാൻ എന്താ പറയുന്നത്, ഒരു ഡെയർ ഡെബിൾ എന്ന പോലെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സഞ്ജി, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാഷണലിസ്റ്റ് ഇന്റർനാഷണൽ ഡിസ്കോഡിലും കൂടെ ആക്റ്റീവ് ആവണം എന്നാണ് എന്റെ ഒരു സജഷൻ, മൈ ഹംബിൾ സജഷൻ. അപ്പോ ഡിബേറ്റ്സോ ഡിസ്കഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കോഡ് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കണക്ട് ചെയ്യാം, ഡിബേറ്റ്സ് നടത്താം, എൻഗേജ് ചെയ്യാം. സനൽജിക്ക് ഒരു പാട്ടാവാൻ ഐ തിങ്ക് അതിന്റെ ഒരു റെക്കമെൻഡേഷൻ ആണ്. നോക്കൂ, ആ നാഷണലിസ്റ്റ് ഇന്റർനാഷണലിന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. ഒരുപാട് പേര് അതിനകത്ത് ഇൻവോൾവ് ആണ് ഇന്റർനാഷണലിൽ തന്നെ. അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുമുള്ള മോഡേൺ ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളും പുതിയ ആപ്പുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിന്റെ സജഷൻസ് എനിക്ക് കുറെ കൂടി സ്പെസിഫിക് ആയിട്ട് അയക്കൂ. ഞാനതെല്ലാം നമുക്കിവിടെ പരിശോധിക്കുകയും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ ഉണ്ടാക്കുകയും ചെയ്യാം. കാരണം ഇത് പോസ്റ്ററിറ്റിക്ക് വേണ്ടിയാണ്, ഭാവിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം ചെയ്യാം. തീർച്ചയായിട്ടും ഇതിനകത്ത് എല്ലാവർക്കും അറിയേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഹൗ വാസ് ഇറ്റ്, ഹൗ ഡിഡ് ഐ സർവൈവ് എന്നൊക്കെ ഉള്ള ഒരു നിലയിലാണ് പല ആൾക്കാരും എന്നോട് ചോദിച്ചിരുന്നത്. ഞാൻ ആരോടും ഉത്തരം പറഞ്ഞിരുന്നില്ല. ഇറ്റ് വാസ് എ ഹാർഡ് എക്സ്പീരിയൻസ്. ഒരിക്കലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ കടന്നുപോയത്. ഇത്രമാത്രം നമ്മുടെ സർവൈവൽ അപകടത്തിലാണെന്ന് തോന്നുന്നൊരു സമയം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പേഴ്സണൽ സർവൈവൽ ആസ് എ പേഴ്സൺ. അവിടെ എൻ്റെ ആരോഗ്യം, എൻ്റെ ബുദ്ധിശക്തി, എൻ്റെ ക്രിയേറ്റിവിറ്റി എല്ലാം മണ്ണടിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. പക്ഷെ എനിക്ക് അസാമാന്യമായ വിൽ പവർ ഉണ്ടായിരുന്നു. ആ വിൽ പവറിൻ്റെ ശക്തി വളരെ വളരെ വലുതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോഴും എനിക്കിരുന്ന് എഴുതാൻ പറ്റി, അപ്പോഴും എനിക്ക് ചിന്തിക്കാൻ പറ്റി, അപ്പോഴും എനിക്ക് വായിക്കാൻ പറ്റി എന്നൊക്കെ ഉള്ളത് ഒരു പ്രത്യേക ശക്തി നൽകുന്ന സ്മരണയാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സർവൈവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു, ഐ എം റെഡി ഫോർ എനിത്തിങ് ഫർദർ. അതെനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ നിന്നൊക്കെ നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാഠം, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും, എത്ര വലിയ പീഡനങ്ങൾ വന്നാലും, പീഡനങ്ങളിൽ നിന്ന് നമ്മൾ വിക്റ്റിമാവുകയല്ല വേണ്ടത്. യു ഹാവ് ടു ബിക്കം സർവൈവേഴ്സ്. ഞാനൊരു വിക്റ്റിം കാർഡ് ഒരിക്കലും ഇറക്കാവുന്ന ഒരാളല്ല. ഞാനൊരു വിക്റ്റിമാണ് എന്ന് പറയുന്ന ഒരാളല്ല. പക്ഷെ ഐ എം എ സർവൈവർ, സക്സസ്ഫുൾ സർവൈവർ. ഐ കീപ് ഓൺ ഫൈറ്റിംഗ്. സനൽജി ഇപ്പോഴും 70 ഇയേഴ്സിലും എങ്ങനെയാണ്, വാട്ട് ഈസ് ദ സ്ട്രാറ്റജി, സനൽജിയുടെ ഹൗ ഡു യു കീപ് യുവർ മൈൻഡ് ഷാർപ്പ്? എന്തൊക്കെയാണ് ഈ പുസ്തകങ്ങൾ വായിക്കാൻ എപ്പോഴും ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ഹൗ ഡു യു കീപ് ഇറ്റ് ഗോയിങ്? എനിക്ക് എൻ്റെ ഒരു മെറ്റബോളിക് ഏജ് എന്ന് പറയുന്നത് 70 ആയിട്ടില്ല എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കാരണം എനിക്ക് 70 വയസ്സായെങ്കിൽ ഞാൻ ഫിസിക്കലി ഊർജ്ജസ്വലനായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 10-16 മണിക്കൂർ വരെയൊക്കെ വർക്ക് ചെയ്താൽ വലിയ കുഴപ്പം പറ്റാറില്ല. 5-6 മണിക്കൂറൊക്കെ ഒന്നിച്ച് ഡ്രൈവ് ചെയ്താൽ വലിയ കുഴപ്പം പറ്റുന്നില്ല. പക്ഷെ ഇതൊക്കെ എത്ര കാലം പോകുന്ന എനിക്ക് പറയാൻ പറ്റില്ല. ഈ പറയുന്ന എക്സ്പീരിയൻസ് എൻ്റെ ഈ ശാരീരിക ക്ഷമതയിലും മാനസിക ക്ഷമതയിലും ഉണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങൾ ഇനി എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഐ എം പെർഫെക്റ്റ്ലി ഫിറ്റ്. അത് എൻ്റെ ആരോഗ്യം വളരെ കൃത്യമായി തന്നെ എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇപ്പോഴും. അത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ബയോളജിക്കൽ സ്ട്രെയിറ്റ് ആയിരിക്കാം. എൻ്റെ അമ്മ വളരെ ആരോഗ്യവതിയായിരുന്നു. 81 വയസ്സ് മരിക്കുന്നത് വരെ തന്നെ വലിയ ആരോഗ്യവതിയായിരുന്നു. അച്ഛൻ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 73 വയസ്സ് മരിച്ചുപോയി. ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആ ജയിലിലെ മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പെക്ടൻസി ഒരുപാട് കുറച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹി യൂസ്ഡ് ടു സേ അബൌട്ട് ദാറ്റ്.
അപ്പം ഇതൊക്കെ നമ്മളെയൊക്കെ ബാധിക്കാവുന്ന സംഗതികളാണ്. അപ്പം അത് എങ്ങനെയൊക്കെ ആവും നമുക്ക് പറയാൻ പറ്റുകയില്ല. അസ് ഓഫ് ദിസ് മോമെന്റ് ഞാൻ ഇന്റലക്ച്വലി ഷാർപ്പാണ്, ഫിസിക്കലി ഹെൽത്തിയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. സനൽ തിരിച്ചു വന്നതിൽ വളരെ സന്തോഷം. തിരിച്ച് കേൾക്കാൻ സാധിച്ചതിൽ സന്തോഷം. അതുപോലെ തന്നെ 10 മടങ്ങ് ശക്തിയിൽ വീണ്ടും സജീവമാണെന്ന് കേട്ടതിലും വളരെ സന്തോഷം. കാരണം ഒരു ഭീഷണിക്ക് മുന്നിലും ഇനി കീഴടങ്ങില്ല. അല്ലെങ്കിലും നേരത്തെയും സനല് കീഴടങ്ങുന്ന വ്യക്തിയായിരുന്നില്ല. ആ ഭീഷണികളെ മുഴുവൻ അതിജീവിക്കാനുള്ള കൂടുതൽ കരുത്ത് സനലിന് ഉണ്ടായി എന്നതിൽ അതിയായ സന്തോഷം. നിങ്ങൾ നേരിട്ട വലിയ പീഡനങ്ങളുടെ പുസ്തകം വരും. ഏതായാലും നിങ്ങൾ ആ പുസ്തകം വരുന്നു പറഞ്ഞു. ഡെഫിനറ്റായും വായിക്കും. ഓരോ യുക്തിവാദിയും കൃത്യമായി വായിച്ചറിയേണ്ട ഒന്നുകൂടി ആയിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇബ്സൺ പറയുന്നത് പോലെ ഈ ജനശത്രു, എനിമി ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ അന്ധവിശ്വാസത്തിനെതിരെ, അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവർക്ക് എന്നും വിഷം കൊടുക്കാൻ തയ്യാറായ നീതിമാന്മാർ ഇന്നും കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നത്. 2025 ഈ നേരിട്ട പീഡനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അതീവ സങ്കടമുണ്ട്. നമ്മൾ എത്ര പുരോഗമനത്തെ കുറിച്ച് പറയുമ്പോഴും ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ അത്രയേറെ ദുഃഖമുണ്ട് കേട്ടതിൽ. പക്ഷെ സന്തോഷം നൽകുന്നത് നിങ്ങൾ വളരെ ശക്തമായി തിരിച്ചു വരുന്നതല്ല. അഭിവാദ്യം പറയാൻ വേണ്ടി മാത്രമാണ്. താങ്ക് യു സനൽ. താങ്ക് യു വെരി മച്ച്. അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ചെറിയ ഉദാഹരണം കൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉറക്കമെണീക്കുമ്പോൾ നമ്മുടെ മുറിയിലുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ തല പിടിച്ച് ഭിത്തിയിലേക്ക് ആവർത്തിച്ച് ഇടിച്ചാൽ നമുക്കത് തോന്നും അയാൾ മനോരോഗിയാണ്. പക്ഷെ മനോരോഗിയായ ഒരാളെ കോമൺ സെൻസുള്ള ആൾക്കാരുടെ മുറിയിലേക്ക് അടക്കുകയാണ്. അയാൾക്ക് സ്കിസോഫ്രേനിക് ടെൻഡൻസീസ് ഉണ്ടെന്നുള്ളതാണ് വിശദീകരണം. അപ്പോൾ അങ്ങനെ ഞാൻ പലപ്പോഴും പല രാവിലെയും ഞാൻ എണീക്കുന്നത് ഞാൻ കിടക്കുന്ന 1ാമത്തെ ടയറിലാണ്, മുകളിലാണ് കിടക്കുന്നത്. അതേക്ക് എത്തി വലിഞ്ഞിട്ട് എൻ്റെ ഭിത്തിയിലേക്ക് എൻ്റെ തല ഇങ്ങനെ ആവർത്തിച്ച് ഒരാൾ ഇടിക്കുകയാണ്. അതെൻ്റെ മസ്തിഷ്കത്തിന് തന്നെ ഡാമേജ് ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയാണ്, അല്ലേ? പക്ഷെ ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള ഒരവസ്ഥയുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു പ്രിക്കോഷൻ. രാവിലെ ഞാൻ ഉറങ്ങാതില്ലായിരുന്നു. ഇയാൾ പൊന്തി വരുമ്പോഴേക്കും ഞാനൊരു തലയുടെ കൊണ്ട് തടയുണ്ടാക്കുമായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പിന്നീട് എനിക്കറിയാം. ഈ പല ആൾക്കാരെയും, തടവുകാരെ പലപ്പോഴും ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ മിക്കവാറും പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഇത്തരക്കാരെ വിട്ടോട്ടാണ്. പല ആൾക്കാരും ഇത് അഭിനയിക്കുന്നതാണ് ഈ രോഗം എന്ന് പറയുന്നത് തന്നെ. അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞാൽ മനസ്സിലാവും. ഈ മുകളിലത്തെ ഒരടി വീതിയുള്ള ഈ കട്ടിലേക്ക് കിടക്കുമ്പോൾ അതിന് വരിയില്ല, നമുക്ക് അതുകൊണ്ട് ചെരിഞ്ഞാൽ താഴേക്ക് വീഴും എന്നുള്ളത് കൊണ്ട് ഞാൻ വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒരിക്കലും തിരിയാൻ പാടില്ല. നമ്മളൊരു വശത്തേക്ക് ചെരിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് വീഴും. അപ്പൊ അറിയാതെ ഉറക്കത്തിൽ നമുക്ക് തിരിഞ്ഞു പോകുമോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നമ്മളെ പുറകോട്ട് വലിക്കും. കാരണം നമ്മളൊരു കണ്ടീഷൻ റിഫ്ലെക്സ് എന്ന് പറയും, അല്ലേ? നമ്മൾ വീഴും എന്നുള്ള ഒരു കൃത്യമായ നമ്മുടെ ബോധം ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഉറക്കത്തിൽ അറിയാതെ തിരിയുമ്പോൾ നമ്മുടെ ബോഡി പുറകോട്ട് നമ്മളെ വലിക്കും, വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഭയം അല്ലെങ്കിൽ വീഴും എന്നുള്ള ഇതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് നിരന്തരമായി അവസാനത്തെ മാസങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പ്രസിലിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പോളണ്ടിൽ തന്നെ പിന്നെ ഒരു 10-12 ദിവസം കൂടി ഉണ്ടായിരുന്നു. വലിയ കട്ടിൽ കിടക്കുമ്പോൾ അറിയാതെ ഉറക്കത്തിൽ തിരിയുമ്പോൾ ഞാൻ പുറകോട്ട് എൻ്റെ ശരീരം ഇങ്ങനെ വലിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ദേഹം മുഴുവൻ വേദന ഉണ്ടായിരുന്നു. അതിനെനിക്ക് ഒരു വലിയ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വന്നു, കണ്ടീഷൻ അവസ്ഥയിൽ നിന്ന് വെളിയിലേക്ക് വരാൻ. ഇതൊക്കെ പലപ്പോഴും അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാകും. ഇതൊക്കെ ഒരു വലിയ അനുഭവമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതെന്നെ ഒരുപാട് കരുത്തനാക്കിയിട്ടുണ്ട്. ആ കരുത്ത് ഒട്ടും ചോരാതെ പുതിയൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. അടുത്തത് സജിത്ത് സംസാരിച്ചു. സജിത്ത് 2 ദിവസം മുമ്പ് ഒരു നാടകം കിട്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് സാറ് തിരിച്ചെത്തി എന്നുള്ള കാര്യം അറിഞ്ഞത്. വളരെയധികം സന്തോഷം തോന്നി. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറയും മനുഷ്യാവകാശ ലംഘനവും പീഡനങ്ങളും ജയിലിൽ അനുഭവിക്കുമ്പോൾ സാറ് വക്കീൽ ത്രൂ ഇന്ത്യൻ എംബസിയെയോ അല്ലെങ്കിൽ ഫിൻലാൻഡ് എംബസിയോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? എന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഗുണകരമോ ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെ കുറിച്ചൊന്ന് പറയാം. കാരണം ഇത് എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. കുറെ ആൾക്കാർ
വിദേശത്തൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും കേസിലൊക്കെ പെട്ട് അകത്തായാൽ എങ്ങനെ നമ്മൾക്ക് നമ്മുടെ മനുഷ്യാവകാശമെങ്കിലും സംരക്ഷിക്കപ്പെടാം, അതിന് ഭാരത സർക്കാരിന്റെയോ അങ്ങനെ സ്വന്തം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നന്ദി. എൻ്റെ അനുഭവത്തിൽ നമ്മുടെ വക്കീല് മാത്രമല്ല, നമ്മൾ കൃത്യമായിട്ടും ഫിനിഷ് ഗവൺമെന്റിനെയും ഇന്ത്യൻ ഗവൺമെന്റിനെയും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ എംബസിയും ഫിനിഷ് എംബസിയും അറിയിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും അനുകൂലമായ പ്രതികരണം ഉണ്ടായത് ഫിനിഷ് എംബസിയിൽ നിന്നാണ്. കാരണം എൻ്റെ എല്ലാ വിചാരണ ദിവസവും ഫിനിഷ് എംബസിയിൽ നിന്ന് ഒരു സീനിയർ കൗൺസിലറോ അംബാസഡറോ അവിടെ വന്ന് ഇരിക്കുമായിരുന്നു ആ പ്രോസസ്സിന് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നെ വന്ന് പലതവണ കണ്ടിട്ടുണ്ട്. കാണാനായിട്ട് അവർ വരുന്നുണ്ടായിരുന്നു, കാണാൻ അനുമതി ഉണ്ടായിരുന്നു. ഞാൻ പല പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ, ഉദാഹരണത്തിന് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് ഫിനിഷ് എംബസിയിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ അക്കാര്യത്തിൽ ഇന്റർഫിയറൻസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നിയമം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫിൻലൻഡിലെ ജസ്റ്റിസ് മിനിസ്ട്രി പോളണ്ടിലെ ജസ്റ്റിസ് മിനിസ്ട്രി ആയിട്ട് നേരിട്ട് തന്നെ ഇടപെടും എന്ന കാര്യത്തിൽ എനിക്ക് ഏതാണ്ട് ഒരു ഉറപ്പ് തന്നെ ഈ അംബാസഡർ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ ലാസ്റ്റ് റിസോർട്ടാണ് അല്ലേ. ആ കാര്യങ്ങളിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ പക്ഷെ അത് എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ടാകും എന്ന ഉറപ്പ് ഈ അംബാസഡർ തന്നെ നേരിട്ട്, അംബാസഡറാണോ അതോ കോൺസലാണോ എനിക്ക് ഓർമ്മയില്ല, അപ്പോൾ അവർ ജൂലിയ എന്നായിരുന്നു പേര്, വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും, അത് ഒട്ടും ഞാൻ കുറച്ച് കാണുന്നില്ല, ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും വളരെ നല്ല സഹകരണമാണ് ഉണ്ടായത് അക്കാര്യത്തിൽ. അവർ പറഞ്ഞു എന്നെ റിലീസ് ചെയ്യാൻ പോളണ്ട് ഈ എക്സ്ട്രഡീഷൻ വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം, എൻ്റെ അറസ്റ്റ് വാറന്റ് പിൻവലിച്ചതിന് ശേഷവും എന്നെ റിലീസ് ചെയ്യാൻ അവർ മടി കാണിച്ചപ്പോൾ അവർ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടു എന്നെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നെ റിലീസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് എക്സ്ട്രഡീഷൻ ആവശ്യമില്ല, അദ്ദേഹത്തെ റിലീസ് ചെയ്യണം എന്ന് നേരിട്ട് അവർ കോടതിക്ക് തന്നെ അയക്കുന്നുണ്ട് കത്ത്. എന്നിട്ട് അതിൻ്റെ കോപ്പി എൻ്റെ മകൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും പക്ഷെ അവർ പോളണ്ടുകാർ ഇതിന് തയ്യാറായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ജഡ്ജി തന്നെ അവധി എടുത്തു കളഞ്ഞു. ഈ രണ്ട് ഭാഗത്തു നിന്നും, ഫിനിഷ് എംബസിയുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പോളണ്ടിലാണ് ഈ രണ്ട് എംബസികളുടെ ഇടപെടലുകളെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടായത്. ഒരു തരത്തിലും ഒരു യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾക്ക് പോലും വിധേയമല്ല എന്ന മട്ടിലാണ് അവർ പെരുമാറിയത്. യൂറോപ്യൻ യൂണിയനിലെ പൊതുവായ താല്പര്യങ്ങളും നിയമങ്ങളും ഒക്കെ പാലിക്കാത്ത ഒരു രാജ്യമാണ് പോളണ്ട് എന്ന് അറിയാമെന്ന് തോന്നുന്നു അല്ലേ. ഗേ റൈറ്റ്സ് യൂറോപ്പ് മുഴുവനും അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ്. പോളണ്ടിൽ അതിനെതിരായിട്ടുള്ള നിയമമാണ് ഇപ്പോഴും ഉള്ളത്. അബോർഷൻ, ഗർഭഛിദ്രത്തിന് അനുമതിയില്ലാത്ത, കത്തോലിക്ക സഭയുടെ താല്പര്യപ്രകാരം ഗർഭഛിദ്രത്തിനുള്ള അനുമതി നിഷേധിച്ചിട്ടുള്ള യൂറോപ്പിലെ ഏക രാജ്യമാണ് പോളണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കത്തോലിക്ക സഭ ഡയറക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പ്രോസസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് പോളണ്ട്. അത് എല്ലാ തരത്തിലും അങ്ങനെയാണ്. അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ സ്വാധീനമുള്ള രാജ്യം ഫ്രാൻസിലും അയർലൻഡിലും ഇറ്റലിയിലുമാണല്ലോ കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാകണം നമ്മൾ കരുതുന്ന സ്ഥലങ്ങൾ. അവിടെ ഒന്നും കത്തോലിക്ക സഭയ്ക്ക് ഇന്ന് യാതൊരു സ്വാധീനമില്ല. അവിടെയൊക്കെ മതമില്ലാത്ത ആൾക്കാർക്കാണ് ഭൂരിപക്ഷമുള്ളത്. എന്നാൽ പോളണ്ടിൽ അങ്ങനെയല്ല. അവിടെ കത്തോലിക്ക സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. അത് ഭരണത്തിൽ മാത്രമല്ല അധോലോകത്തിന്മേലും അവർക്ക് വലിയ സ്വാധീനമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയന്ത്രണത്തിലാണ് പലപ്പോഴും അവിടെയുള്ള രാഷ്ട്രീയ വ്യവസ്ഥിതി തന്നെ നീങ്ങുന്നത്. അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ രണ്ട് ഗവൺമെന്റുകളുടെയും ഇടപെടലുകൾക്ക് വലിയ ഫലമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചോദ്യമല്ല, അപ്പൊ പോളണ്ട് അല്ലാത്ത കുറച്ചുകൂടി മനുഷ്യ പരിഗണനയുള്ള രാജ്യമാണെങ്കിൽ ഇത്തരം ഇടപെടലുകൾക്ക് നല്ല ഫലം ഉണ്ടാവും അല്ലെ? പോളണ്ടില് കൃത്യമായിട്ടുള്ള തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും ഈ വിദേശ എംബസികൾ ഇടപെടുമ്പോൾ ഇതിനേക്കാൾ വലിയ ഫലമുണ്ടാകും. ഇന്ത്യയിലെ ജയിലുകളേക്കാൾ ഭീകരമാണ് പോളണ്ടിലെ ജയിൽ. ഇന്ത്യയിലെ വ്യവസ്ഥയേക്കാൾ അൺഎത്തിക്കലായിട്ടൊരു വ്യവസ്ഥയാണ് പോളണ്ടിൽ നിലവിലുള്ളത്. ഇന്ത്യയേക്കാൾ ഒട്ടും മെച്ചമല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് പോളണ്ടിലുള്ളത്. ക്രൈം റേറ്റ്സ് നമ്മളെക്കാളും വളരെ വളരെ കൂടുതലാണ്. സേഫ്റ്റി വളരെ കുറവാണ്. ഒരു തരത്തിലും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു മാതൃകയായ, യൂറോപ്യൻ യൂണിയനിൽ മാതൃക അല്ലാത്തൊരു രാജ്യമുണ്ടെങ്കിൽ അത് പോളണ്ടാണെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സന്തോഷ് സാറേ, നമസ്കാരം. സാറിനും അനവസരം സാറിനും എല്ലാം വളരെ സ്നേഹാർദ്രമായിട്ടുള്ള നമസ്കാരങ്ങൾ തരുന്നു. എല്ലാ കാര്യങ്ങൾക്കും സാറിനോട് നിന്നും എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് വന്നതേ ഈ മുൻപോട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു.
വീണ്ടും ഈ ഒരു സംസാരം കേൾക്കാനിടയായതിൽ വളരെ സന്തോഷം. സങ്കടപ്പെട്ടിരിക്കുന്ന കുറെ നാളുകൾ കടന്നുപോയി. അത്രമാത്രം ഒരു യുദ്ധ കാഹധ്വനി മുഴക്കിയായിരുന്നു എതിർഭാഗത്തിന്റെ ഫേസ്ബുക്കുകളൊക്കെ കടന്നുപോയത്. അതൊക്കെ പല പ്രാവശ്യവും വായിച്ചു. എങ്ങനെയും ഒന്ന് ഒടുങ്ങിലെത്തണമെന്നുള്ള ഒരു ഇതുമായിട്ടായിരുന്നു ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. വീണ്ടും ഈ സൗണ്ട് കേൾക്കാനിടയായത് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സാർ. നോക്കൂ സന്തോഷം, ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ വേദനയിൽ ആനന്ദിച്ച ആൾക്കാരുണ്ട്, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ സന്തോഷം കണ്ടെത്തിയ ആൾക്കാരുണ്ട്, അതിൽ ഗൂഢമായ ഒരു സംതൃപ്തി കണ്ടെത്തിയ ആൾക്കാരുണ്ട്. എനിക്ക് അവരോടൊന്നും ഒരു പിണക്കവും തോന്നുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് എന്നോട് പ്രിജുഡീസ് ഉള്ള ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും എൻ്റെ പേരിൽ പറയുന്ന ആൾക്കാരുണ്ട്. എന്തും പറയാം, നമുക്കതിന് ഉത്തരങ്ങൾ പറയാൻ നിവൃത്തിയില്ല. ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് അവരോട് യാതൊരു വിരോധമില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ടൊന്നും ഞാൻ അവർക്കെതിരായി മുൻവിധിയോടുകൂടി പെരുമാറുന്ന ആൾ പോലും ആവാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഞാൻ. നമ്മൾ പറയില്ല, ഒരു അമ്പ് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ കാറ്റതിന് തടസ്സമായി വന്നാൽ കാറ്റിനെ അതിജീവിച്ചുകൊണ്ട് പോകാൻ പറ്റിയാൽ മാത്രമേ അമ്പിന് ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് മൃദുവായ കാറ്റാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും മഴയാണെങ്കിലും തൊടുത്ത് വിട്ട ഒരു അമ്പ് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോവുക എന്ന് പറയുന്ന അതേ സ്പിരിറ്റിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എല്ലാ തരത്തിലുള്ള അപമാനങ്ങൾക്കും ഇകഴ്ത്തലുകൾക്കും ചവിട്ടലുകൾക്കും വേദനിപ്പിക്കലുകൾക്കും ഒക്കെ എനിക്ക് എൻ്റെ മറുപടി, നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷെ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതാണ് എൻ്റെ സമീപനം. ആദർശ് സംസാരിച്ചോ? സംസാരിക്കണം എന്ന് വിചാരിച്ചില്ല, എങ്കിലും സാർ വരുമ്പോൾ എന്തെങ്കിലും പറയാതെ പോകാൻ പറ്റില്ല. ഞാൻ ഈ പുറത്ത് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു സാർ തിരിച്ചു വരും, ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് തിരിച്ചു വരും എന്ന് എനിക്കറിയായിരുന്നു. ആ സമയത്ത് ഓൺലൈനിൽ കാര്യമായിട്ട് ഞാൻ നോക്കുകയും ചെയ്തിരുന്നു. ഫിൻലൻഡിലെ പത്രങ്ങൾ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വലിയ വാർത്തകളായിരുന്നു അവിടെ നിന്നെല്ലാം വന്നിരുന്നത് അതിൻ്റെ ആ സംഭവങ്ങൾ. പക്ഷെ ഇപ്പോൾ സാർ തിരിച്ചു വരുമ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, തിരിച്ചു വരുന്നത് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കൊച്ചുമകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ ഓർത്തു പോളണ്ടിനെ കുറിച്ച്, ഈ അനുഭവങ്ങളെ കുറിച്ച് ഒരു പുസ്തകം എഴുതണം എന്നുള്ളത്. പക്ഷെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, വലിയ വികസനം, സാംസ്കാരികമായിട്ട് മുന്നേറ്റം എന്നൊക്കെ പറയുന്ന ഈ യൂറോപ്പ് പോലുള്ള രാജ്യത്ത് ഉള്ള ജയിലുകൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് വലിയ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പൊ ഞാൻ ഈ സംഭവങ്ങളെ കുറിച്ച് റീസെന്റ് ആയിട്ട് പോളണ്ടിലെ ജയിലുകളെ കുറിച്ച് നെറ്റിൽ പരതുമ്പം മനസ്സിലാവുന്നത് തടവുകാരെ കുത്തി നിറച്ച ജയിലുകളാണ്. 3 ഇരട്ടിയോളം അധികം തടവുകാരുള്ള ജയിലുകളാണ്. വളരെ കേരളത്തിലുള്ള ജയിലുകളെക്കാൾ വളരെ ശോകമായിട്ടുള്ള അവസ്ഥയാണ്. കേരളത്തിലെ ജയിലൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ആധുനികമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഒരു കാര്യം ഉള്ളത്, ഈ ബെന്യാമിൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ കിട്ടുകകളാണെന്ന് നമുക്ക് തോന്നും എന്ന് പറയുന്ന പോലെയാണിത്. നമുക്ക് പരിചിതമല്ലാത്ത ഒരു വലിയൊരു സംഭവത്തെ കുറിച്ചാണ് സാർ അത് പറഞ്ഞത്. ശരിക്കും അത് ഒരു സ്റ്റോറി പോലാണ് കേട്ടിരിക്കുന്നത് അത്രയും സമയം. ശരിക്കും അതൊരു അനുഭവമാണെന്ന്, അതിലൂടെ ഒരാൾ കടന്നുപോയെന്നും അതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നൊക്കെ പറയാൻ, വിശ്വസിക്കാൻ തന്നെ അത്ര പ്രയാസമുള്ള, അത്രയും ഭീകരമായ ഒരു അവസ്ഥയാണ്. ഒരു സാധാരണ മനുഷ്യന് അതിജീവിക്കാൻ വലിയ പ്രയാസമുള്ള ഒരു ഘട്ടത്തിലാണ് സാർ അത് തിരിച്ചു വന്നത്. ശരിക്കും അത് ഇവിടെ യുക്തിയുടെ യുക്തിവാദത്തിന്റെയും ആ ഒരു ധൈര്യത്തിന്റെയും നിലപാടിന്റെയൊക്കെ ഒരു വിജയമാണ്. തീർച്ചയായിട്ടും അതൊരു പുസ്തകമാവണം. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു യുക്തിവാദി, സ്വതന്ത്ര ചിന്തകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു മികച്ച ഹ്യൂമനിസ്റ്റും കൂടെ ആയിരിക്കണം. അത് മറ്റൊരാളുടെ വേദനകളിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ സഹാനുഭൂതി പുലർത്തുകയും സ്നേഹിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ ഈ യുക്തി കൊണ്ട്, യുക്തിവാദി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നും, സ്വതന്ത്ര ചിന്തകൻ എന്ന് പറയുന്നത് ഹ്യൂമനിസം കൂടി ഇല്ലാത്ത ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ല. ചോദ്യങ്ങളൊന്നുമല്ല, എനിക്കറിയാം സാറ് ശരിക്കും തീർച്ചയായിട്ടും വലിയ എനിക്ക് സംസ്ഥാനം എന്നിട്ട് അറിയാമല്ലോ, വലിയ കരുത്തുള്ള ഒരു മനുഷ്യനാണ്. അപ്പം തീർച്ചയായിട്ടും ഇനി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പുസ്തകം വരട്ടെ, അത് നന്നായിട്ട് ചർച്ച ചെയ്യപ്പെടണം. അതുപോലെ കേരളത്തിലെ മീഡിയകളിൽ ഇത് സംബന്ധിച്ചൊക്കെയുള്ള വാർത്തകൾ കൂടുതൽ, മീൻസ് ലേഖനങ്ങൾ, ഈ ജയിലുകളിലെ ജീവിതത്തെ കുറിച്ചൊക്കെ, മനുഷ്യാവകാശത്തെ കുറിച്ചൊക്കെ ശരിക്കും ഇനി ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. യൂറോപ്പ് എന്താണ്, ഇപ്പം വിദേശ രാജ്യങ്ങളൊക്കെ വളരെ മികച്ചതാണെന്നും അവിടെയൊക്കെ സൗകര്യങ്ങളാണ്
ഇന്ത്യക്കാൾ ഏറ്റവും മികച്ച സൗകര്യങ്ങളാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ യൂട്യൂബർമാരും ഒക്കെ ധാരാളം വന്നപ്പോഴേക്കും അങ്ങനെയല്ല, സ്ഥിതി വ്യത്യസ്തമാണെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത് പക്ഷേ ശരിക്കും ഐ ഓപ്പണറാണ്. ഒരു വലിയ രാജ്യം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു തടവുകാരൻ ഇത്ര ഹീനമായ ഒരു ട്രീറ്റ്മെന്റ് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ശരിക്കും ഗ്ലോബലി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. തീർച്ചയായിട്ടും ഈ പറയുന്ന ബെയിലങ്ക എന്ന് പറയുന്ന ജയില്, വാഴ്സയിലെ ജയില്, ആ ജയിലിനെ കുറിച്ചിട്ട് ഒരു സിനിമയുണ്ട്, പഴയൊരു സിനിമയാണ്, 1960s മറ്റേ ഇറങ്ങിയ ഒരു സിനിമയാണ്. ആ സിനിമ ഞാൻ പിന്നീട് ജയിലിൽ നിന്ന് വന്നതിന് ശേഷമാണ് കണ്ടത്. എൻ്റെ പേര് ദി സെമിത്തേരി എന്നാണ്. എങ്ങനെയാണ് ഒരു ശ്മശാനം പോലെ ഒരു ജയിൽ പ്രവർത്തിക്കുന്നതെന്നതിൻ്റെ നല്ലൊരു ഉദാഹരണം അത്. ഞാൻ പിന്നീട് അനുഭവിച്ച അല്ലെങ്കിൽ ഞാൻ കടന്നുപോയ ബെയിലങ്ക ജയിലും അത് തന്നെയാണ്, ഒരു മാറ്റവും വന്നിട്ടില്ല. ആ സെമിത്തേരി എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന അതൊക്കെ തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്, ഒരു വ്യത്യാസമില്ല. അപ്പം അതിനകത്ത് എങ്ങനെയാണ് ഈ മാഫിയ നമ്മുടെ ജയിലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, മാഫിയയെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ജയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് അധികാരികൾ നീങ്ങുന്നത്, ഇതിനൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേരളത്തിലെ ജയിലുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന എത്രയോ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അതിനേക്കാളൊക്കെ ഷോക്കിംഗ് ആണ് പോളണ്ടിലെ ജയില്. കിഴക്കൻ യൂറോപ്പിലെ പല ജയിലുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യത്തിലും യൂറോപ്പ് മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് കരുതരുത്, അങ്ങനെയല്ല സംഭവം. ഇപ്പൊ യൂറോപ്യൻ യൂണിയനിലാണെങ്കിലും പോളണ്ട് ഒരുപാട് പിന്നിലാണ്. വളരെ കഠിനമായ രീതിയിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് പോളണ്ട്. അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ ഒരുപാട് കറപ്റ്റഡ് ആണ്. ഇതൊക്കെ നമുക്ക് ഇന്ത്യയിലെ കറപ്ഷനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതിനേക്കാൾ എത്രയോ വലിയ കറപ്ഷൻ സ്റ്റോറീസ് അവിടെ ഈ രാജ്യത്തെക്കുറിച്ച് അവിടെയുള്ള പത്രവാസികൾക്ക് വരുന്നുണ്ടെന്നറിയാം. അപ്പം അത് നമ്മൾ എപ്പോഴും നമ്മുടെ നാട്ടിലെ അപകടങ്ങൾ നമ്മൾ കാണുന്നത് നമ്മുടെ കൺമുന്നിൽ ഉള്ളതാണ് അവ എന്നുള്ളതുകൊണ്ടാണ്. കേരളത്തിലെ ജയിലുകളെ കുറിച്ച് എനിക്ക് ഏതാണ്ട് ഒരു നല്ല പിക്ചറുണ്ട്. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് വായിച്ചപ്പോൾ എനിക്കൊരു പിക്ചറുണ്ട്. 50 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 60 കൊല്ലം മുമ്പ് കേരളത്തിലെ ജയിലുകളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതിന് അതിനേക്കാൾ നീചവും നിന്ദ്യവുമാണ് പോളണ്ടിലെ ജയിൽ. അതിനേക്കാൾ അപകടകരമാണ് പോളണ്ടിലെ ജയിൽ. അതിനേക്കാൾ ക്രൂരമാണ് ആ ജയിലിൻ്റെ രീതികൾ. ഞാൻ അതിലൂടെയും കടന്നു പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ അതിജീവിക്കില്ല എന്ന് ഞാൻ കരുതിയ ദിവസങ്ങളാണ് കടന്നു വന്നത്. ഞാൻ മരിച്ചു പോകും എന്നെനിക്ക് അതിൻ്റെ ഉറപ്പുണ്ടായിരുന്ന ദിവസങ്ങളിലൂടെ ഞാൻ കടന്നുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു ലോക അഭിപ്രായം തന്നെ ഉണർത്തിയെടുക്കാൻ എൻ്റെ പുസ്തകത്തിന് കഴിയണമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ അനുഭവം വെറുതെ പാഴായി പോയിക്കൂടാ. താങ്ക് യു. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമുക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് താണ്ടേണ്ടതുണ്ട്. നമുക്കൊക്കെ ഒന്നിച്ചുണ്ടാവണം. എൻ്റെ കൂടെ നിന്നവർക്കും സ്നേഹം തന്നവർക്കും ഇനി എന്നെ അവമതിച്ചവർക്കും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നവർക്കും ഒക്കെ നന്ദി പറയുന്നു. കാരണം അതെല്ലാം അനുഭവങ്ങളുടെ ഒരു കൂടയിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണല്ലോ പെടേണ്ടത് അല്ലേ. എല്ലാ നെഗറ്റീവ് റെസ്പോൺസുകൾക്കും എനിക്കെതിരായിട്ട് പ്രവർത്തിച്ച ആൾക്കാർക്കും, ഇപ്പോൾ എനിക്കെതിരായിട്ട് ഒരുപക്ഷെ മറ്റാരേക്കാളും കൂടുതലായിട്ട് അവരുടെ ഒരു ജീവിതവ്രതമായി തന്നെ എനിക്കെതിരായിട്ട് ആക്റ്റീവായിട്ട് നിന്ന് കുറേ ആൾക്കാരുണ്ട്. അവർക്കുള്ള ഡ്രൈവ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ അതും എനിക്കൊരു പാഠമാണ്. അങ്ങനെയും ചില മനുഷ്യരുണ്ടല്ലോ, അങ്ങനെയും ചില ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരുടെ ആ വികാരവും അവരുടെ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എൻ്റെ അനുഭവത്തിൻ്റെ കൂടെയിലുണ്ട്. അതെല്ലാം ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. എല്ലാ അനുഭവങ്ങളും എന്നെ എൻറിച്ച് ചെയ്യുന്നുണ്ട്. ആ എൻറിച്ച്മെൻറ്റ് ഭാവിക്ക് പ്രയോജനപ്പെടും. വിമർശകരുടെയും അനുകൂലിച്ചവരുടെയും ഒക്കെ നിലപാടുകൾ എനിക്ക് പ്രയോജനം ചെയ്യും തന്നെയാണ് എൻ്റെ വിചാരം. താങ്ക് യു എവരിബഡി.